പ്രശാന്ത സുന്ദരമായ നല്ല രാത്രിക്കായി ഞാൻ എൻ്റെ കർത്താവിന് വാഴ്ത്തുക്കൾ അർപ്പിക്കുന്നു. ദൂരത്തും ചാരത്തും പന്തലിലും പരിസരത്തും വീഥികളിലും വീടുകളിലും ഈ ശ്രവണ സീമയ്ക്കുള്ളിൽ ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ എൻ്റെ ആത്മീയ ഗുരുക്കന്മാരായ കർത്താവിന്റെ ഭക്തന്മാർ, എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹ വന്ദനങ്ങൾ. പാവപ്പെട്ടവരെ ചാട്ടവാറാൽ വേട്ടയാടുന്ന മതക്കൂട്ടങ്ങൾ കാട്ടിക്കൂട്ടുന്ന കാട്ടായങ്ങളുടെ വേലിക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് കർത്തൃജീവിതങ്ങളുടെ കമനീയമായ കരങ്ങൾക്ക് കാരിരുമ്പിന്റെ ചങ്ങലയിടുന്ന കപട ചടുല മതവേഷധാരികളെ ഞെട്ടിച്ച് കാലത്തിന്റെ കാർമേഘ പടലങ്ങൾ മാറ്റി കാൽവറിയുടെ കുലത്തളത്തിലെ കൽപ്പടവുകൾ ചവിട്ടിക്കയറിയ കരുണാമയനായ കർത്താവ്, കാലാതീതനായ ദൈവം കാലസമ്പൂർണതയിൽ കാലിത്തൊടുത്തിൽ മനുഷ്യന്റെ കൽബിലെ കഥനഭാരം മാറ്റുവാൻ കന്യകയിൽ പൂജാതനായി ലോകത്തിലെ ഏറ്റവും വലിയ കോടതിയായ യഹൂദ കോടതിയായ പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഗാഗുൽഥായുടെ കുലത്തളം വരെ വീണും എഴുന്നേറ്റും മാനവരാശിക്ക് വേണ്ടി ഭാരമേറിയൊരു മരക്കുരിശുമായി കടന്നുപോയി. രണ്ട് കള്ളന്മാരുടെ മധ്യേ കൈകാൽ വിരിച്ചു കൊടുത്തു. AD എന്നും BC എന്നും കാലഘട്ടത്തെ രണ്ടായി തിരിച്ചു. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ് സ്റ്റോറി എന്നൊരു ചരിത്രവാക്ക് തന്നാൽ ഉളവാക്കപ്പെട്ട ക്രിസ്തു ദേവൻ അരിമത്യക്കാരൻ ജോസഫിന്റെ പാറയിൽ വെട്ടിയ കല്ലറയ്ക്കകത്ത് നിന്ന് റോമൻ സാമ്രാജ്യത്തിന്റെ സപ്തമുദ്രകളെ ഭേദിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തു ഇന്ന് രാത്രിയും ജീവിക്കുന്നു. ലോകത്തിലെ ഉരുക്കു പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച യുഗപ്രഭാവന്മാർ മുഴുവനും മരിച്ചു മൺമറഞ്ഞ കല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടവരായിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കല്ലറയുടെ വെളിയിൽ എഴുതി വെച്ചിരിക്കുന്നു, He is not here. അവൻ ഇവിടെ ഇല്ല. Jesus Christ resurrected. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് സന്തോഷമാണ്. ഒരാശാരിക്ക് തടി കൊണ്ട് ഒരുപാട് ഫർണിച്ചർ പണിത പരിചയമുണ്ടെങ്കിൽ പുതിയൊരു കൊരണ്ടിപ്പലകയോ അലമാരിയോ പണിയാം. ഒരു തട്ടാൻ ഒരുപാട് ആഭരണം പണിത പരിചയമുണ്ടെങ്കിൽ അതുകൊണ്ടൊരു കമ്മല് പണിയാം. ഒരു മേസ്ത്രിക്ക് ഒരുപാട് കെട്ടിടം പണിത് പരിചയമുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു കെട്ടിടം പണിയാൻ കഴിയും. ഒരു സുവിശേഷ പ്രസംഗകന് മാത്രം പ്രസംഗിച്ച് പരിചയമുള്ളത് കൊണ്ട് പ്രസംഗിക്കാൻ പറ്റില്ല. ഇന്നലെ രാത്രി ഞാൻ പ്രസംഗിച്ചു മറ്റൊരു സ്റ്റേജിൽ. ആ പരിചയം കൊണ്ട് പ്രസംഗിക്കാൻ വന്നതല്ല ഇന്ന് ഈ സ്റ്റേജിൽ. ഇന്ന് പ്രസംഗിക്കാനുള്ള ദൈവകൃപ ഇന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാപിച്ചിട്ടാണ് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. പ്രസംഗം ഒരു കലയാണ്, പക്ഷേ സുവിശേഷ പ്രസംഗം കലയല്ല, അത് ദൈവകൃപയാണ്. ഇന്ന് രാത്രി പ്രസംഗകൻ തന്റെ വാക്കുകളിൽ കൊത്തുപണി ചെയ്താൽ അത് വശീകരണവും സാഹിത്യവും പ്രാസപ്രസരവുമാകും. ജനം ഇഷ്ടപ്പെടും. പക്ഷേ അതുകൊണ്ട് ഒറ്റ ഹൃദയത്തിനും മാനസാന്തരം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ അരിസ്റ്റോട്ടിലും ദോഷൈക ദാർശനിക ശാസ്ത്രജ്ഞൻ ഡയോജനിസും എന്നിവൻ ഐൻസ്റ്റീനും സർ ഐസക് ന്യൂട്ടനും തോമസ് അൽവ എഡിസനും മഹാത്മാഗാന്ധിയും കേശവ് ചന്ദ്രസെന്നും രാജാറാം മോഹൻ റായും എന്ന് വേണ്ട രവീന്ദ്രനാഥ ടാഗോറും ഒക്കെ പ്രസംഗിച്ചിട്ടും ആരും മാനസാന്തരപ്പെട്ടില്ല. 2ാം ക്ലാസ്സുകാരൻ ഉപദേശി പ്രസംഗിച്ചപ്പോൾ കരിക്കൻവില്ല ദമ്പതി കൊലക്കേസിലെ റെനി ജോർജ് ജയിലിനകത്ത് വെച്ച് യേശുവിന്റെ മകനായി. അത് കലയുടെ പ്രസംഗം കൊണ്ടല്ല, കൃപയുടെ പ്രസംഗം കൊണ്ടാണ്. ഇന്ന് രാത്രികാലം നരഭോജികളെ നരസ്നേഹികളാക്കുന്ന
ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അരഗോബ കുന്നിന്റെ മേൽ കയറി നിറന്ന് ലോകത്തിന്റെ താർക്കികൻ എവിടെ എന്ന് വിളിച്ചു ചോദിച്ചൊരു മനുഷ്യനെ പരിചയപ്പെടുത്താം. തർസോസിലെ കോടീശ്വരൻ, കപ്പൽ ഉടമയുടെ മകൻ, കൃഷഗാത്രൻ, ന്യായ പ്രമാണത്തിന്റെ മുടി കീറി മുറിച്ചു പഠിച്ചവൻ, ആരോഗ്യ സുഖഭോഗ മാനാഭിമാനം മുഴുവൻ പരിത്യജിച്ച ത്യാഗവര്യൻ, അപ്രതിരോധ പ്രേക്ഷിത പ്രവൃത്തിയുടെ വിളനിലമായിരുന്ന പൗലോസ് വിളിച്ചു പറഞ്ഞു, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ലോകത്തിൽ ഡബിൾ MA യേശുവിന്റെ വചനം നിമിത്തം ഞാൻ ഛേദമെന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ പുഴവക്കത്ത് പ്രസംഗിച്ചപ്പോൾ ലുദിയായുടെ ഹൃദയം എന്റെ ദൈവത്തിന്റെ ആത്മാവ് തുറന്നു കൊടുക്കാനിടയായി. ജീസസ് പാപത്തിന്റെ കറപിടിച്ചലമുറയിടുന്ന തലമുറയെ സ്നേഹത്തിന്റെ നിലവറയിലേക്ക് നയിക്കുവാൻ സ്വർഗത്തിന്റെ കലവറ തുറന്നിറങ്ങി വന്ന എന്റെ യേശു ക്രിസ്തു ഈ യോഗത്തിന്റെ അധ്യക്ഷനാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മലയാള ഭാഷ കൊണ്ട് ക്രിസ്തുവിനെ വർണ്ണിപ്പാൻ കഴിയില്ല. ഈ ശക്തൻ തമ്പുരാൻ നഗറിൽ സർവശക്തൻ തമ്പുരാനെ പ്രസംഗിക്കാൻ കൃപ ലഭിച്ചതോർത്ത് എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകത്തിൽ ഒരുപാട് ശക്തൻ തമ്പുരാന്മാരുണ്ടായിരുന്നു, എന്നാൽ സർവശക്തൻ തമ്പുരാൻ ഒരാളെ ഉള്ളൂ. അത് ഇന്ന് രാത്രി ശക്തൻ തമ്പുരാനിൽ ഞാൻ പ്രസംഗിക്കുന്ന സർവശക്തൻ തമ്പുരാനായ എന്റെ യേശു ക്രിസ്തുവാകയാൽ എന്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തുകയാണ്. Praise the Lord. Hallelujah. Hallelujah. പ്രസംഗത്തിന് മുഖവരകൾ ദീർഘിപ്പിച്ചാൽ സമയത്തിന്റെ പരിധി ഞാൻ അതിക്രമിച്ചു. 1189 അധ്യായം, 31,173 വാക്യം, 8,10,697 വാക്കുകൾ, 35,10,484 അക്ഷരങ്ങൾ അടങ്ങിയ ഈ സത്യവേദ പുസ്തകം മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നു. എന്താ പാസ്റ്ററെ അങ്ങനെ പറഞ്ഞേ? പറയാം, ഇതും കൊണ്ട് നടക്കുന്ന പല പുള്ളികളും ഇത് മുഴുവൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാ ഇന്ന് രാത്രി ഇത് കൊണ്ടു നടക്കുന്ന ഞാൻ ഇത് മുഴുവൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയും ഇതിൽ നിന്ന് പ്രസംഗിക്കുവാൻ എന്നെ ഇവിടെ ആക്കിയ എന്റെ കർത്താവിനോ ഈ പുൽപ്പിറ്റിലും സകല മഹത്വവും ഈ തിരുവചനം ഉയർത്തിപ്പിടിച്ച് എന്റെ പ്രാണപ്രിയനെ ഞാൻ അർപ്പിക്കുകയാണ്. ആമേൻ. സസ്യശബളാഭമായ കേരള ഭൂമിയുടെ ഐശ്വര്യ സമ്പൂർണമായ തൃശൂർ, അതിന്റെ ശാലീന സൗന്ദര്യം വിരുമ്പി നിൽക്കുന്ന കൊച്ചു ഗ്രാമം, അസ്തമിച്ചു പോയ പടിഞ്ഞാറൻ സൂര്യന്റെ കിഴക്കേ ചക്രവാളത്തിലെ പ്രകാശ സീമകൾ ഈ ഭൂമിയിൽ ഇന്നും തങ്ങി നിൽക്കുമ്പോൾ വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും സൂര്യചന്ദ്ര താരാദികളും സുവിശേഷം കേൾക്കുവാൻ സാഹൂതം കാതോർക്കുന്ന പ്രകൃതി രമണീയമായ സായാഹ്നത്തിൽ അവർണ്ണനീയവും മഹോജരവും അപ്രമേയത്വം തുളുമ്പി നിൽക്കുന്നതും ആഴമേറിയതുമായ ദൈവത്തിന്റെ ആലോചനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ അയോഗ്യനായിരുന്ന, അപാത്രനായിരുന്ന, അപ്രാപ്തനായിരുന്ന എന്നെ തെരഞ്ഞെടുത്ത് യമനീയ തലത്തിൽ നിർത്തിയ എന്റെ ആത്മനാഥന് ഇന്ന് രാത്രികാലം ഈ യോഗത്തിൽ ഹല്ലേലൂയ ഒന്ന് ഉയർത്തുവാൻ അല്പസമയം എടുക്കട്ടെ. അവൻ ആര്? എന്നെ ഇവിടെ കൊണ്ടുവന്ന കർത്താവ് ആര്? എന്നെ പ്രസംഗിപ്പിക്കുന്ന എന്റെ ദൈവം ആര്? അണ്ഡകടാഹങ്ങളെ സൃഷ്ടിച്ചവൻ, ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, 7 സമുദ്രങ്ങൾക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിര് നിശ്ചയിച്ചവൻ, പൂഴിയിലെ ഈ മുഴുവൻ മണ്ണിനെയും ഒരു നാഴിക്കകത്ത് അളക്കുവാൻ കഴിയുന്നവൻ, തീർന്നില്ല, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും, ഭൂരാജാക്കന്മാർക്ക് അധിപതിയും, നിത്യ നിയമത്തിൽ രക്തത്താൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത കാവട്യ മറ്റ കനക കോമളൻ, കരുണാശീതളൻ, വയോധികനായ പിഞ്ചു ശിശു, അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവൻ, മാറത്തു പങ്കച്ച കെട്ടിയവൻ, നിലവിളക്കുന്ന നലിവിൽ നിലയങ്കി ധരിച്ചവൻ, വെള്ളോടി സദസ്യമായ കാലുള്ളവൻ, പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, ഇരുവായ്ത്തല മൂർച്ചയുള്ള വാഴ്ന്ന് പുറപ്പെടുന്നവൻ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയവൻ, മുടന്തരെ നടത്തിയവൻ, കുരുടന് കാഴ്ച കൊടുത്തവൻ, പച്ചവെള്ളം വീഞ്ഞാക്കിയവൻ, പത്രോസിനെ പാസ്റ്ററാക്കിയവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ യോഗത്തിൽ കടന്നു വന്നിരിക്കുകയാൽ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ഇത്രയും നല്ല പാട്ടുമൊക്കെ പാടി ഇത്രയും നല്ല ആരാധനയൊക്കെ ആരാധിച്ചിട്ടും നീ പന്തലിനകത്തിരിക്കുന്ന നിങ്ങൾ ഒരുമാതിരി 144 പ്രഖ്യാപിച്ച പോലെ ഇരിക്കുന്ന കാണുമ്പോ എന്റെ ഹൃദയത്തിനൊരു വിഷമം ഇല്ലാതില്ല. ഹല്ലേലൂയ.
എന്റെ കർത്താവിനെ മലയാള ഭാഷയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എത്രത്തോളം എനിക്ക് ഉയർത്താമോ അത്രത്തോളം ഞാൻ ഉയർത്തുമ്പോൾ നിങ്ങളെ ഇരിപ്പ് കണ്ടിട്ടെന്ന് താഴ്ത്തുകയാണോ എന്നെനിക്കൊരു സംശയം. അവൻ സ്തുതികളുടെ മീതെ വസിക്കുന്നവനാ. എങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ എത്ര സ്തുതി പറഞ്ഞു അത്രയും പൊക്കമേ എന്റെ കർത്താവിന്റെ കസേരയ്ക്ക് കാണും. എങ്കിൽ എന്റെ കർത്താവിനെ കൊരണ്ടിപ്പലകയിൽ ഇരുത്താതെ നിങ്ങളെ ഇരിക്കുന്നതിനേക്കാൾ വലിയൊരു കസേരയിൽ ഇരുത്താൻ സ്തോത്രത്തിന്റെ സ്തുതിയുടെ അളവ് കൂടട്ടെ. അവൻ സ്തുതികളുടെ മീതെ വസിക്കട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ തേനീച്ച കൂടുകൾ ഇരമ്പുന്നത് പോലെ ഈ പന്തലുമിടുന്ന സ്തോത്രത്തിന്റെ ശബ്ദമുയരണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ജനം മുഴുവൻ ഒരുമിച്ച് ഇന്ന് രാത്രി തയ്യാറാകണം. ആരാധനയിൽ ജനം വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവശക്തിയിൽ ജനം വിടുവിക്കപ്പെടും. ഇന്ന് രാത്രി ആരും തലയിൽ കൊയ്തൊടാതെ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് രോഗികൾ സൗഖ്യമാകുവാൻ അനേക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ ജനം മുഴുവൻ ഒരുമിച്ച് ആരാധിക്കുമല്ലോ. എന്റെ കർത്താവിന്റെ നാമം ഇന്ന് രാത്രി ഉയരുകയും അപ്പോൾ ജനങ്ങൾ വിടുവിക്കപ്പെടുകയും ചെയ്യും. സ്തോത്രം. കാനാവിലെ കല്യാണ വീട്ടിൽ എന്റെ കർത്താവ് പാത്രത്തിനകത്ത് കൈയിട്ടുകൊണ്ട് ഗ്ലോറി ഗ്ലോറി എന്ന് പറഞ്ഞില്ല. നമ്മളൊക്കെയാണ് പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിന് മുകളിൽ കയറി നിന്ന് അന്യഭാഷ പറഞ്ഞേനെ. എന്റെ കർത്താവ് കൃപയാൽ കാനാവിലെ പാത്രത്തിന്റെ മുകളിൽ കയറി അന്യഭാഷ പറഞ്ഞില്ല. എന്താ? വക്കോളം നിറഞ്ഞ വീഞ്ഞ. പിന്നെ അതിനിട്ട് ഒന്നും ചെയ്യണ്ട. പലതും വീഞ്ഞാകാത്ത എന്നാന്നറിയാം. കസേര കുത്തി ആനച്ചേന പോലെ കുത്തി ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്ന എന്നാണെന്നറിയാമോ? പറഞ്ഞു തരാം. വക്കോളം നിറയാത്ത കൊണ്ടാ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ വീഴുന്ന വചനം വേറെ എങ്ങാണ്ടൊക്കെ വീഴുക. നിറയാതെ വലത് എഴുന്നേറ്റ് പോകുന്നതുകൊണ്ടാ. നിറയാൻ റെഡിയാണെങ്കിൽ വീഞ്ഞാക്കാൻ ദൈവം ശക്തനാ. ഇന്ന് രാത്രി വക്കോളം നിറയ്ക്കാൻ ആര് തയ്യാറാകും? എന്റെ കർത്താവ് ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ ശക്തനാ. സ്തോത്രം. കലവറയ്ക്കകത്തിരിക്കുന്ന 2 ലിറ്ററും 3 ലിറ്ററും കൊള്ളുന്ന പഴയ പാത്രം എന്റെ ദൈവത്തിന് വേണ്ട. 2 3 പറ കൊള്ളുന്ന സൈസാ ഈ നൂറ്റാണ്ടി വേണ്ടത്. ഹല്ലേലൂയ. ആ സൈസ് പാത്രങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് നിറയ്ക്കുവാൻ 2 3 പറവീതം കൊള്ളുന്ന വലിയ കൽപാത്രങ്ങൾ ഇന്ന് രാത്രി ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സ് പറയട്ടെ, അത് ഞാനാണ്. ഇന്ന് രാത്രി എന്നെ നിറയ്ക്കണമേ. അവിടുത്തെ ഇഷ്ടം പോലെ ശുശ്രൂഷക്കാരെ കൊണ്ട് ഇന്ന് രാത്രി നിറയ്ക്കണമേ. ചോദ്യം ചെയ്യാതെ കോരി കൊടുക്കുന്നവന്റെ കൈക്കകത്തിരുന്ന് വീഞ്ഞാകുന്ന ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുകയാ. പച്ചവെള്ളം കോരി കൊടുക്കാൻ പറഞ്ഞാൽ കോരി കൊടുക്കാൻ നീ തയ്യാറാണെങ്കിലോ നിന്റെ കൈക്കകത്തിരുന്നോ ആ പച്ചവെള്ളം വീഞ്ഞാകുമെന്നോ ഈ രാത്രി ദൈവാത്മാവോ ശക്തമായി ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയട്ടെ. എല്ലാവരും അനുസരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആമേൻ. വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് രാത്രി ദൈവാത്മാവിനെ ഏൽപ്പിച്ച ആലോചനയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം ഇവിടെ വായിക്കുന്നു. ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആരും ബൈബിൾ മറക്കണ്ട പ്ലീസ്. എല്ലാവരും ബൈബിൾ മടക്കാം. ഞാനിവിടെ ഒരു വചനം പ്രസംഗിക്കും. അതൊരു അധ്യായത്തിൽ നിന്നായിരിക്കും. നിങ്ങൾ സാധാരണ ചെയ്യാറുള്ള പോലെ വേറൊരു അധ്യായം നിങ്ങളും വായിക്കും. അങ്ങനെ ഞാനൊരു അധ്യായം പ്രസംഗിക്കും, നിങ്ങൾ വേറെ അധ്യായം വായിക്കും. ആ പതിവ് നടത്തണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടാൽ മതി. ബൈബിൾ വായിക്കണമെന്ന് ആവേശമുള്ളവർ നാളെ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. 5 മണി വരെ ബൈബിൾ വായിക്കണം. അതൊരു പതിവാക്കണം. പ്രൈസ് ദി ലോർഡ്. യോഗത്തിന് വന്നിരുന്നുള്ള ബൈബിൾ വായന ഈ യോഗം കൊണ്ട് അവസാനിപ്പിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ബൈബിൾ വായിക്കും. എല്ലാവരും ശ്രദ്ധിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിക്കണം. യെസ്. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ ദൈവമേ. ഞാൻ എന്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. എല്ലാ കണ്ണുകളും അടയ്ക്കാം. സകല അധരങ്ങളും തുറക്കട്ടെ. സ്തോത്രത്തിന്റെ ശബ്ദമുയരട്ടെ. ആകാശങ്ങളെ കീറി മുറിച്ച് പുകയുന്ന പർവ്വതങ്ങളെ തൊടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ഗ്രൗണ്ട് മുഴുവൻ വ്യാപരിക്കട്ടെ. ഇതിന്റെ ചുറ്റുപാടുകളിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുവാൻ ഇന്ന് രാത്രി സകല പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രി കാലം അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്, അല്പസമയം ദൈവത്തെ സ്തുതിക്കാം, അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, തിരുവചനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രസംഗിക്കുന്ന അടിയനോട് എബ്രഹാമിനോട് ഇന്ന് രാത്രി ദൈവം സംസാരിക്കണമേ. കടന്നു വന്ന സകല ജനത്തോട് ദൈവം ഇടപെടുമാറാകണമേ. അങ്ങ് പറഞ്ഞിട്ടല്ലാതെ ഒന്നും ഇന്ന് രാത്രി പറയുവാൻ അടിയനെ ഇടയാക്കരുതേ എന്നടിയൻ പ്രാർത്ഥിക്കുകയാ. പ്രസംഗം അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി സമർപ്പിക്കട്ടെ നാഥ. അങ്ങയുടെ ഒരു ശബ്ദമായി ഇന്ന് രാത്രി എന്നെ നിർത്തുന്നതിനാൽ സ്തോത്രം. മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബന്ധനസ്ഥനായ ഒരു വിശുദ്ധൻ ഗസയിൽ മാവ് പഠിക്കുന്നു. ഒരു വിശുദ്ധൻ കണ്ണു രണ്ടും കുത്തി പൊട്ടിക്കപ്പെട്ടവനായ ഒരു വിശുദ്ധൻ അവൻ
രാത്രി ഇന്ത്യ മഹാരാജ്യത്ത് ദൈവസഭ പ്രാർത്ഥിക്കട്ടെ. ലോകത്തിന്റെ മടിയിൽ തലവെച്ചുപോയി ക്ഷമിക്കണേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് ശക്തി തരണമേ. ആഡംബരത്തിൽ തലവെച്ചുപോയി ക്ഷമിക്കണേ, ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് ശക്തി തരണേ. ദൈവം എന്നെ ഏൽപ്പിച്ചതിൽ നിന്നും വ്യതിചലിച്ചു പോയി ക്ഷമിക്കണേ, ഒരു പ്രാവശ്യം കൂടി ശക്തി തരണമേ. ഹല്ലേലൂയ. പാപത്തിന്റെ പട്ടികയിൽ, പാപികളുടെ പട്ടികയിൽ, പരാജയത്തിന്റെ ചേറ്റുകണ്ടത്തിൽ ആണ്ടുപോയ ശിംശോനെ അല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വന്ന വിശുദ്ധന്മാരുടെ പട്ടികയിൽ മടങ്ങി വന്ന ശിംശോനെ ഈ രാത്രി ഞാൻ പ്രസംഗിക്കട്ടെ. ആമേൻ. ദേവദാരു കൊണ്ടും ആനക്കൊമ്പ് കൊണ്ടും സ്വർണം കൊണ്ടും ദേവാലയം പണിത ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ നീതിമാന്മാരുടെ പട്ടികയിൽ വന്നില്ല. പക്ഷേ ദൈവത്തോട് കരഞ്ഞു നിലവിളിച്ച് മടങ്ങി വന്ന ശിംശോൻ നീതിമാന്മാരുടെ പട്ടികയിൽ അവൻ മടങ്ങി വന്നു. ആലയം പണിതാൽ മടങ്ങി വരില്ല, പെരുന്നാൾ നടത്തിയാൽ മടങ്ങി വരില്ല, ദൈവത്തിന് കർമ്മം ചെയ്താൽ മടങ്ങി വരില്ല, ഡിഗ്രി എടുത്താൽ മടങ്ങി വരില്ല, PTH MTH എടുത്താൽ മടങ്ങി വരില്ല. പക്ഷേ നിലവിളിച്ചാൽ മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ രാത്രി ശക്തമായി പ്രസംഗിക്കട്ടെ. ആമേൻ, ആമേൻ. കിട ഞാൻ ചോദിച്ചു, മോൻ പിന്മാറ്റത്തിലായിരുന്നല്ലോ, ഇപ്പൊ അവൻ എന്തിയേ? അപ്പനും അമ്മയും പറഞ്ഞു അവൻ മടങ്ങി വന്നു പാസ്റ്ററെ. എന്തിയേ? PTH പഠിക്കുക, അത് മടങ്ങി വരല്ല. ഹല്ലേലൂയ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ വേണേ മടങ്ങി വരാം, അത് വേറൊരു വശം. ഹല്ലേലൂയ. വിഷയത്തിലേക്ക് വരട്ടെ. ആരാണ് സാംസൺ? ശിംശോൻ, നാസീർ വ്രതക്കാരൻ. ഒരു പക്ഷേ ബൈബിളിനെ കുറിച്ച് ആധികാരികമായി പഠനമില്ലാത്തവർക്ക് ഇതൊരു പുതുമയായി തോന്നുന്നതുകൊണ്ട് എന്റെ പ്രസംഗത്തിനകത്ത് ചില ഭാഗങ്ങളിൽ അല്പം ലളിതവും ചില ഉദാഹരണങ്ങളും ഒക്കെ ഞാൻ ചേർക്കും. പഴമക്കാരായ കേട്ട് പരിചയമുള്ളവർ ആ ഭാഗം വരുമ്പോൾ ഒന്ന് കുനിഞ്ഞു കൊടുക്ക, തൂത് പുറകോട്ട് പൊക്കോട്ടെ. ഹല്ലേലൂയ. നാസീർ വ്രതം എന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി വേർതിരിയപ്പെട്ടവൻ. രണ്ട് വേർതിരിയപ്പെട്ടവൻ. ഒന്ന്, അവൻ വേർതിരിഞ്ഞു. രണ്ട്, അവനെ പ്രസവിച്ച അപ്പനും അമ്മയും അവനെ ദൈവത്തിനോട് വേർതിരിച്ചു. രണ്ടും നടക്കണം. ചിലടത്തൊക്കെ ജനനം വെച്ചൊരു ബുദ്ധിമുട്ടാണ്, ആശുപത്രി വെച്ച് അമ്മ ഒരു തീരുമാനം എടുക്കും. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ വാവായെ ഇവൻ ജനിച്ചാൽ നിനക്ക് തന്നേക്കാം. അവൻ വളർന്നു കഴിയുമ്പോൾ അവൻ പറയും എനിക്ക് സൗകര്യമില്ലെന്ന്. അത് ജനിക്കാൻ ബുദ്ധിമുട്ടാന്ന് അമ്മ പറഞ്ഞതാ. വളർന്നപ്പോ അവന് സൗകര്യം ഉണ്ടല്ലേ അവൻ പോകും. അത് മാതാപിതാക്കൾ മാത്രമുള്ള തീരുമാനമായതുകൊണ്ട്. ഇവിടെ അങ്ങനല്ല. ശിംശോനും അതേ തീരുമാനമുള്ളവനാണ്. ഏതാ തീരുമാനം? എവിടെ വെച്ചാണ് തീരുമാനം? ഒന്ന് നിൽക്കണേ. രണ്ടു കരച്ചിലിനിടയിലുള്ള അല്പസമയമാണോ ജീവിതം? മനുഷ്യൻ അവൻ കരഞ്ഞുകൊണ്ട് ജനിക്കുന്നു, കരയിപ്പിച്ചുകൊണ്ട് മരിക്കുന്നു. രണ്ടു കരച്ചിൽ, അതിനിടയിലുള്ള അല്പസമയം, അതാ ജീവിതം. ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നിനക്ക് എന്തു ചെയ്യുവാൻ കഴിയും എന്നുള്ളതിന്റെ 60% നിന്റെ തീരുമാനം എടുക്കുന്നത് ജനിച്ച് വീഴുന്ന യൂണിവേഴ്സിറ്റി. ഹൗസ്, അവർ നമ്മുടെ വീട്. നമ്മുടെ വീട്ടിൽ ജനിച്ച് വീഴുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിലോട്ടാ. പ്രിൻസിപ്പാൾ അപ്പൻ, ലെക്ചർ അമ്മ. അമ്മമാര് ലെക്ചറാന്ന് പറയാനല്ലോ. ഹല്ലേലൂയ. അതിന് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറിനെ പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാർക്കൊരു സ്വഭാവമുണ്ട്, അവർ ഒരു ചെവി കൂടെ കേൾക്കും, മറ്റേ ചെവി കൂടെ കളയും. അവർക്ക് അത് സൂക്ഷിക്കാൻ അറിയില്ല. ശരിയാ, നമ്മുടെ അനുഭവമൊക്കെ ചോദിക്കുമ്പോൾ ശരിയാ, നമ്മൾ ഒരുപാട് കാര്യം ഓർക്കാറില്ല. സ്ത്രീകൾ അങ്ങനല്ല, അവർ രണ്ട് ചെവി കൂടെ കേൾക്കും. പിന്നെ ഇതിലേ കൂടെ കളയണമെന്ന് അറിയാത്തതുകൊണ്ട് വായി കൂടെ കളയും, അത്രേ ഉള്ളൂ. അതിനായി ലെക്ചർ എന്നൊക്കെ നമ്മളീ പറയുന്നത്. ആ പോട്ട്. എന്തായാലും ഒരു കാര്യം സത്യമാ, അല്പം അവർ കൂടുതൽ സംസാരിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്താ, ചില സന്ദർഭങ്ങളിൽ അത് പ്രയോജനമാകാറുണ്ട് സുവിശേഷ സംബന്ധമായ കാര്യത്തിൽ. ആയിക്കോട്ടെ, സ്തോത്രം. എന്തായാലും ഒരു കാര്യം സത്യമാണ്,
കുടുംബം എന്ന യൂണിവേഴ്സിറ്റിക്കകത്തോട്ട് പിറന്നു വീഴുന്ന മകനെ മക്കള് അങ്ങോട്ട് ജനിച്ചു വീണ ഉടനെ അമ്മയും അപ്പനും അവരുടെ പാരമ്പര്യമാകുന്ന തോണിക്കും പോഷകാംശമായ ആഹാരം, ഡിലീഷ്യസ് നറിഷ്മെന്റ് അങ്ങോട്ട് കൊടുക്കുക. അവന് വേറൊരു വീട്ടിൽ പോയി തിന്നാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് അവനത് തിന്നുന്നു. അതിന് മതം, സംസ്കാരം, സ്വാതന്ത്ര്യം, ഭവന സമ്പന്നത, ഹെറിഡിറ്ററി എൻവയറമെന്റ്, പാരമ്പര്യം എന്നൊക്കെ പറയാം. അവന് വേണ്ടെങ്കിലും അപ്പനും അമ്മയും കൂടെ അത് കുത്തി നിറച്ചു കൊടുക്കും. അതിന് അഷറഫെന്നും അക്ബറെന്നും അതിന് ആനന്ദവല്ലി എന്നും ആമിന എന്നും ആലീസ് എന്നും മത്തായി എന്നും മാധവനെന്നും മൈദീനെന്നും ഒക്കെ പേരും വീഴും. വിരോധമില്ല. ജനിച്ചു വീഴുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിക്കുന്നതാണല്ലോ സംസ്കാരം. കഴിച്ചോ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ, അവന്റെ ശൈശവത്തിൽ അവൻ അമ്മ കൊടുക്കുന്ന കഴിക്കും, ബാല്യത്തിലും അമ്മ കൊടുക്കുന്ന കഴിക്കും. പക്ഷെ അവൻ ശൈശവത്തിലും ബാല്യത്തിലും കഴിച്ചതോ അവന്റെ കൗമാരത്തിൽ അവന് ദഹിക്കുന്നില്ലെങ്കിൽ, ദഹനക്കേട് എന്നൊരു അസുഖം ഉണ്ടാകുമ്പോൾ അവൻ ഛർദ്ദിക്കും. ഛർദ്ദിക്കരുതെന്ന് പറയുവാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ദഹനക്കേട് വരുന്നവൻ ഛർദ്ദിക്കും. ദഹിക്കുന്നത് കൊടുക്കണം. ജനിച്ചു വീണ യൂണിവേഴ്സിറ്റിയിൽ അവനെ പഠിപ്പിച്ച സംസ്കാരം അവന് ഇഷ്ടമില്ലെങ്കിൽ, അവന് പ്രായപൂർത്തിയാകുമ്പോൾ അവൻ ഛർദ്ദിച്ചിട്ട് അവന് ഇഷ്ടമുള്ളത് അവൻ തിന്നും. അതിന് മതപരിവർത്തനം എന്ന് പറയണ്ട. അവന് ദഹനക്കേട് വന്നവൻ ഛർദ്ദിച്ചെന്ന് കൂട്ടിയാൽ മതി. സ്തോത്രം. പ്രബുദ്ധരായ തൃശൂർ നിവാസികൾ, വിദ്യാസമ്പന്നർ, നിങ്ങളെ ഈ എളിയ പ്രസംഗകൻ ബഹുമാനിക്കുന്നു. നിങ്ങളുടെ സഹോദര തുല്യ ബഹുമാനത്തോടെ ഫീൽ ആസ് എ ലിസണർ, സ്പീക്ക് ആസ് എ ലിസണർ എന്ന കമ്മ്യൂണിക്കേഷന്റെ ആപ്തവാക്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒന്ന് വെക്കട്ടെ ഒരു ചോദ്യം. സ്വന്തം സഹോദരനെ തെരുവിൽ വാളുകൊണ്ട് വെട്ടി എരിഞ്ഞു, അവന്റെ രക്തത്തിൽ കൈമുക്കി, അതുകൊണ്ട് അക്ഷരം എഴുതി, വിധവയായ ഭാര്യയ്ക്ക് ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ ഗവൺമെന്റിൽ നിന്ന് തുക കൊടുത്ത് അവൾക്ക് പിന്നെ അവാർഡ് കൊടുക്കുന്നത് ഏത് യൂണിവേഴ്സിറ്റിയുടെ സംസ്കാരം? ഐസ്ക്രീം പാർലറിലും ബ്യൂട്ടി പാർലറിലും അശ്ലീലത്തിന്റെ കാസറ്റുകൾ കുത്തി നിറച്ച പാവപ്പെട്ട തരുണീമണികളെ തെരുവിൽ പരസ്യക്കോലമാക്കുന്നത് ഏത് യൂണിവേഴ്സിറ്റിയുടെ സംസ്കാരം? തീർന്നില്ല. ഇവിടെ കരിഞ്ചന്തയും പൂട്ടിവെപ്പും കള്ളക്കമ്മട്ടും മണിച്ചൻ കൊച്ചരിയൻ ഹയർനീസ് അത്രീ കൈക ബന്ധം ഇവിടെ മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ അവർക്ക് കൂട്ടുനിൽക്കുന്നത് ഏത് യൂണിവേഴ്സിറ്റിയുടെ സംസ്കാരം? പ്രബുദ്ധരെ ചോദിക്കട്ടെ, സൂര്യനെല്ലിയും കോഴിക്കോടും തുടങ്ങിയ സംഭവങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്ന സംസ്കാര സമ്പന്നനെന്ന് അഭിമാനിക്കുന്നവർ തെരുവിൽ അവർക്ക് 300 ജാമ്യത്തിന് വേണ്ടി കോടതി വഴി കയറിയിറങ്ങുമ്പോൾ അത് ഏത് യൂണിവേഴ്സിറ്റിയുടെ സംസ്കാരം? തൃശ്ശൂരിലെ ജനങ്ങൾ പറയണം. ക്ഷമിക്കണേ, വീണ്ടും ചോദിച്ചോട്ടെ, ഇന്റർനെറ്റിനകത്തെ ഫോട്ടോഗ്രാഫി പാവപ്പെട്ട പെൺകുഞ്ഞുങ്ങളുടെ തലവെട്ടി മാറ്റി അശ്ലീല ചിത്രങ്ങൾ ഉണ്ടാക്കി അവരെ തെരുവിൽ പരസ്യ കോലമാക്കുന്നത് ഏത് കമ്പ്യൂട്ടറിന്റെ സംസ്കാരം? തീർന്നില്ല. ഇവിടെ ആധ്യാത്മിക മണ്ഡലങ്ങൾ ഇന്ത്യൻ പീനൽ കോഡ് ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 18, ആർട്ടിക്കിൾ 13, ആർട്ടിക്കിൾ 25 മുതൽ 28, 19 AB അനുസരിച്ച് ഇവിടെ പാവപ്പെട്ടവൻ ആരാധിക്കാം. അത് ഇന്ത്യൻ സംസ്കാരം. പക്ഷെ ആരാധിക്കുന്നവനെ തെരുവിൽ വെട്ടി കൊല്ലുന്നത് ഏത് പീനൽ കോഡിന്റെ സംസ്കാരം? ക്ഷമിക്കണം, ക്ഷമിക്കണം. ഇതിന് സംസ്കാരം എന്നല്ല പറയുന്നത്, സംസ്കാരത്തിന്റെ ശവസംസ്കാരം. ഹല്ലേലൂയ. പ്രസംഗത്തിന്റെ വശീകരണ വാക്കുകൾ ഇന്ന് രാത്രി ഞാൻ ഉപയോഗിക്കുന്നില്ല. സാഹിത്യത്തിന്റെ ധോരണി എനിക്ക് വേണ്ട, പ്രാസത്തിന്റെ പ്രസരം എനിക്ക് വേണ്ട. നിങ്ങളുടെ കൊച്ചനുജൻ കൈകൂപ്പി ചോദിക്കട്ടെ, ഈ സംസ്കാരം ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതാ? പറയാം, ശൈശവത്തിൽ നമ്മുടെ വീട്ടിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതാ. നിങ്ങൾ ഏത് സംസ്കാരത്തിലാണ് വളരുന്നത്? എവിടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം? അതാണ് തെരുവിൽ കാട്ടിക്കൂട്ടുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന വേർപാടുണ്ടല്ലോ,
ഒരു കരണത്തടിക്കുന്നവന് മറുകരണവൻ കാണിച്ചു കൊടുക്കുന്ന യേശുക്രിസ്തുവിന്റെ സംസ്കാരം. വലിയവൻ ആരെന്ന് തെളിയിക്കുവാൻ സ്വന്തം ശിഷ്യന്മാരുടെ കാല് കഴുകി ലോകത്തെ കാണിച്ചു കൊടുത്ത എന്റെ പ്രാണപ്രിയൻ യേശു ക്രിസ്തുവിന്റെ സംസ്കാരം. ഉടുപ്പില്ലാത്തവൻ ഉടുപ്പ് കൊടുക്കാൻ, വിശക്കുന്നവൻ ആഹാരം കൊടുക്കുവാൻ നമ്മെ പഠിപ്പിച്ച യേശു ക്രിസ്തുവിന്റെ സംസ്കാരം. ഇത് യൂണിവേഴ്സിറ്റിയിൽ വെച്ച നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ, നിങ്ങൾ വളർന്നു വന്ന കളിത്തൊട്ടിലിൽ നിങ്ങൾക്ക് ഈ സംസ്കാരം കിട്ടിയിരുന്നെങ്കിൽ, തെരുവിൽ നിങ്ങൾ ഒരു കൊലപാതകയായി മാറുകയില്ലായിരുന്നു, ഒരു അശ്ലീലക്കാരനായി മാറുകയില്ലായിരുന്നു, ഒരു അനാശാസ പ്രവർത്തകനായി മാറുകയില്ലായിരുന്നു. ഇതിനാണ് ഇന്ന് രാത്രികാലം ഞങ്ങൾ പറയുന്നത് നാസീർ വ്രതം അല്ലെങ്കിൽ വേർപാട്. യെസ്, ഞാൻ നിങ്ങളോട് സ്നാനം പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷ പറഞ്ഞില്ല. ഞാൻ നിങ്ങളോട് ലളിതമായ ഭാഷയിൽ പറയട്ടെ, സദാചാരം, സംസ്കാരം, മാനവരാശി എങ്ങനെ ജീവിക്കണം, ഭാര്യയോട്, കുഞ്ഞുങ്ങളോട്, ജനത്തോട്, തെരുവിൽ നമ്മൾ പുലർത്തേണ്ട സംസ്കാരം. അതിനുവേണ്ടി സ്വന്തം മകനെ മാതാപിതാക്കൾ മദ്യപാനം വേണ്ട, പുകവലി വേണ്ട, ലോകത്തിന് അനാശാസം വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം മകനെ ഒരു വേർപാടിന് വേണ്ടി മാറ്റി നിർത്തി. അവന്റെ പേരാണ് ശിംശോൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, എന്റെ മകനെ ഞാൻ അങ്ങനെ വളർത്തുമെന്ന് തീരുമാനിക്കുവാൻ ഈ കേൾവിക്കാരിൽ എത്ര പേർക്ക് ധൈര്യമുണ്ടോ? ദേശത്ത് മനുഷ്യന്റെ മധ്യേ ഒരു സംസ്കാര സമ്പന്നനായി എന്റെ മകനെ ഞാൻ വളർത്തുമെന്ന് തീരുമാനമെടുക്കുവാൻ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് താല്പര്യമുണ്ടോ? ഹല്ലേലൂയ. ഇരിക്കുന്ന സ്ഥലങ്ങൾ മനസ്സ് പറയട്ടെ, ശരിയാണ് പാസ്റ്റർ, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങനെ വളർത്തും. കൊലപാതക രാഷ്ട്രീയത്തിന് വേണ്ടി വിട്ടുകൊടുക്കില്ല, മതത്തിന്റെ കാപാലികത്വത്തിന് വേണ്ടി വിട്ടുകൊടുക്കില്ല, അശ്ലീലത്തിൻ്റെതായ തെരുക്കൂത്തുകളിലേക്ക് എന്റെ തലമുറ ഞാൻ വിട്ടുകൊടുക്കില്ല. അവരെ ഞാൻ ദൈവത്തിന് വേണ്ടി വളർത്തുമെന്നോ ഇന്ന് രാത്രി തീരുമാനിക്കുന്നവർക്ക് എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. Praise the Lord. ശിംശോൻ അവൻ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവനായിരുന്നു. സമയത്തിന്റെ പരിധി എന്റെ മുമ്പിലുള്ളത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രി എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. വിശദീകരിക്കുവാൻ എന്റെ മുമ്പിൽ സമയമില്ല. എല്ലാ കാര്യങ്ങളും ഇന്ന് രാത്രി വളരെ ക്രോഡീകരിച്ച് നിങ്ങൾക്ക് ഇന്ന് രാത്രി വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിക്കണേ, ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവന് ആത്മീയ നിയമമുണ്ട്. സൂര്യൻ ഭൂമിയിൽ നിന്ന് ഇത്ര കിലോമീറ്റർ ദൂരത്ത് നിൽക്കണമെന്ന് ഒരു നാച്ചുറൽ ലോ, പ്രകൃതി നിയമമുണ്ട്. 1 ഇഞ്ച് താഴോട്ട് വന്നാൽ ഭൂമി കത്തും, 1 ഇഞ്ച് അകന്നു പോയാൽ ഭൂമി ഐശ്വര്യതയാകും. തെങ്ങ് അതിന്റെ തടി വീടുണ്ടാക്കണം, ഓല കൊണ്ട് പുരമേയണം, അതെന്തൊക്കെ ചെയ്യണം, ചിരട്ട തീ കത്തിക്കണം, തേങ്ങ കറിക്കരയ്ക്കണം. ഇങ്ങനെ ഒരു നിയമമുണ്ട്. ഈ നിയമത്തെ മാറ്റുവാൻ ഒരു ഗവൺമെന്റിനോ രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു പീനൽ കോഡിനോ ഒരു ഭരണസമിതിക്കോ പറ്റുകയില്ല. പശുവിനെ നമ്മൾ കറക്കുന്നു, പാല് കിട്ടും. 10-25 പശുവുള്ള ഒരാൾക്ക് വേഗത്തിൽ കറന്നെടുക്കാൻ ആ പാല് ലഭിക്കുന്ന ഭാഗത്ത് പൈപ്പിന്റെ ദ്വാരം വലുതാക്കുന്ന പോലെ ഒന്ന് വലുതാക്കിയാൽ പാല് വരില്ല, രക്തമേ വരൂ. എന്താ അർത്ഥം എന്ന് പറയാം? ദൈവം വെച്ചിരിക്കുന്ന ഫിസിക്കൽ ലോ, ആ ശാരീരിക നിയമത്തെ നാം കണ്ണിച്ചാൽ അവിടെ പുതിയൊരു നിയമമൊന്നും ഉണ്ടാകത്തില്ല. പകരം സകല നിയമങ്ങളും തകർക്കപ്പെട്ടിട്ട് രക്തമാണ് വരുന്നത്. ശ്രദ്ധിക്കണേ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും വലിയൊരു നിയമം നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അമോണിയം സൾഫേറ്റ് ഉണ്ട്, ക്ലോറോഫോം ഉണ്ട്, ഒരുപാട് വാതകങ്ങളുണ്ട്. പക്ഷെ ശാസ്ത്രജ്ഞൻ പറയുന്നു ഓക്സിജനിൽ മാത്രമേ രക്ഷയുള്ളൂ, മറ്റൊരുത്തലും രക്ഷയില്ല. ഈ നിയമത്തെ എതിർക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ യോഗം കഴിഞ്ഞ് എന്നെ കണ്ടേച്ച പോകാവൂ. ഓക്സിജനിൽ മാത്രമേ രക്ഷയുള്ളൂ,
എന്ന് നാച്ചുറൽ ലോ നിയമം പറയുന്നു. എങ്കിൽ ഇന്ന് രാത്രികാലം ആത്മീയ ഒരു നിയമമുണ്ട്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്നോ ശക്തൻ തമ്പുരാൻ നഗറിൽ നിന്നോ വളരെ ശക്തമായി ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഇതൊരു ആത്മീയ നിയമമാണ്. ഇത് ലംഘിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓക്സിജന്റെ നിയമത്തെ എന്തുകൊണ്ട് ലംഘിക്കുന്നില്ല? പശുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞ നിയമം എന്തുകൊണ്ട് ലംഘിക്കുന്നില്ല? അപ്പോൾ ലംഘിച്ചാൽ നിയമമല്ല ലംഘിക്കപ്പെടുന്നത്, സകലവും താറുമാറാകുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ദൈവത്തോടുള്ള നിയമം മാത്രം ഇവിടെ മനുഷ്യൻ ലംഘിക്കുന്നു. ശ്രദ്ധിക്കുക, നിങ്ങളെ കുറിച്ച് എന്നെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടത്, നിങ്ങളൊരു ദൈവ പൈതലാണെന്ന് സാക്ഷ്യം പറയേണ്ടത് ഭാര്യയെ കുറിച്ച് ഭർത്താവല്ല. ഭർത്താവ് പറയും എന്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനാണ്. സഭയിലെ പാസ്റ്റർ പറയും, പള്ളിയിലെ അച്ഛൻ പറയും എന്റെ സഭയിൽ വരുന്ന ആൾ നല്ല മനുഷ്യനാണ്. അതൊക്കെ ചിലപ്പോൾ കവറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഒക്കെ സംഭവിക്കാം. എന്റെ അഭിപ്രായത്തിൽ സാക്ഷ്യം പറയേണ്ടത് ഇവരാരുമല്ല, നാട്ടുകാർ പറയണം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവന് ജനം പറയട്ടെ, ഇവൻ ദൈവ പൈതൽ. സ്തോത്രം. ഒരു കൊച്ചുദാഹരണം ചുറ്റുപാട് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പറഞ്ഞോട്ടെ. ഒരിക്കൽ ഒരു സുവിശേഷ പ്രസംഗൻ ഒരിടത്തോടെ നടന്നു പോകുമ്പോൾ ഒരു കള്ള് ഷാപ്പിന്റെ വാതിക്കൽ ഒരു തത്തയെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. ആ തത്ത അവിടെ കിടന്നുകൊണ്ട് പറയാണ്, വരിക വരിക, വന്നു കുടിക്ക, സന്തോഷിക്ക. ഉടനെ ഇനി പാസ്റ്റർ തത്തയുടെ അടുത്തോട്ട് ചെന്നു. തത്തയെ സൂക്ഷിച്ചു നോക്കി. തത്ത പാസ്റ്ററുടെ മുഖത്തോട്ട് നോക്കി പറഞ്ഞു, വരിക വരിക, വന്നു കുടിക്ക, സന്തോഷിക്ക. പാസ്റ്റർ ഓർത്തു, ബൈബിളിൽ ഇതുപോലൊരു വാക്യം ഉണ്ടല്ലോ, ദാഹിക്കുന്ന ഏവരുമായുള്ളവര് എന്റെ അടുക്കൽ വരുവിൻ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. നന്നായിരിക്കുന്നു. ഈ ഷാപ്പുടമസ്ഥനെ പാസ്റ്റർ പോയി കണ്ടു. അല്പം പൈസ ഒക്കെ കൊടുത്തോട്ട് ചോദിച്ചു, ഞാൻ അല്പം പൈസ കൊണ്ടാ വന്നേക്കുന്നത്, എന്തിനാ? നിങ്ങളുടെ ഷാപ്പിന് മുമ്പിൽ കിടന്ന തത്ത എനിക്ക് തരുമോ? അതെന്തിനാ? നിങ്ങൾക്ക് ആ തത്ത അവിടെ കെട്ടുന്നതുകൊണ്ട് എന്റെ പ്രയോജനം, കുറച്ച് ആൾക്കാർ വന്ന് കുടിക്കുമെന്നല്ലേ ഉള്ളൂ. ആ തത്തയെ ഞാൻ എന്റെ സഭയുടെ മുമ്പിൽ കൊണ്ട് കെട്ടിയാൽ ആയിരക്കണക്കിന് ആത്മാക്കൾ വരും. ഷാപ്പുടമസ്ഥ വിചാരിച്ച ജീവിതത്തിൽ ഒരു നന്മ ഇതുവരെ ചെയ്യാൻ ഒത്തിട്ടില്ല. 4 പേർക്ക് ആനയമയക്ക് കൊടുത്ത് കൊന്നതല്ലാതെ ഒന്നും ചെയ്യാൻ ഒത്തിട്ടില്ല. ഈ തത്തയെങ്കിലും കൊടുത്ത് അങ്ങനെ ഒരു പ്രയോജനമാകുമല്ലോ എന്ന് വിചാരിച്ച് അയാൾ ആ തത്തയെ പാസ്റ്റർ കൊടുത്തു. പാസ്റ്റർ തത്തയും കൊണ്ട് ചെന്ന് തന്റെ സഭയുടെ മുമ്പിൽ കെട്ടിത്തൂക്കി. നിങ്ങൾക്ക് കേൾക്കണം അത്ഭുതം, സഭാ ഹോള് നിറഞ്ഞു. റോഡിൽ കൂടെ ആര് പോയാലും തത്ത പറയും, വരിക വരിക, വന്നു കുടിക്ക, സന്തോഷിക്ക. സഭാ ഹോള് നിറഞ്ഞു. ഇന്നത്തെ പല ബഡാ ചർച്ചകളും നിറയുന്നത് അങ്ങനെ, രക്ഷിക്കപ്പെട്ടിട്ടല്ല, തത്തയെ കാണാൻ വരുന്നതാ. ഇപ്പൊ സഭാഹോളി പലരും വന്ന് രക്ഷിക്കപ്പെട്ടുള്ളതല്ല, ഇങ്ങനെ തത്തയെ കാണാനൊക്കെ വന്ന് വെച്ചിങ്ങനെ പോവാ. കാര്യം മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തത്തയെ കാണല് നിർത്തിയിട്ട് ആരാധന തുടങ്ങിക്കണം. ഒരുപാട് പേർ ഹോളിന്റെ വാതിൽക്ക് വന്ന് തത്തയെ കണ്ടു. തത്തയുടെ വർത്താനം കേൾക്കാൻ അകത്ത് കയറി. അങ്ങനെ നാളുകൾ കഴിഞ്ഞപ്പോൾ സന്ദർഭവശാൽ തത്തയെ കൊടുത്ത ഷാപ്പുടമസ്ഥൻ അതിലെ ഒരു ദിവസം വന്നു. അയാൾ വന്നപ്പോ പഴയ തത്ത കിടക്കുന്നു. ഇയാൾ ഓടിച്ചെന്നു, തത്തേ എന്നാ കൊണ്ട് വിശേഷം? തത്ത പറഞ്ഞു, സുഖം. തത്തോട് ചോദിച്ചു, നിനക്ക് അവിടെ ആണോ ഇഷ്ടം, ഇവിടെ ആണോ? തത്ത പറഞ്ഞു, ഇവിടാ. അതെന്താ? ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടെ കൂടായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഉടനെ ഷാപ്പുടമസ്ഥൻ ചോദിച്ചു, 1-2 വ്യത്യാസം പറഞ്ഞാട്ടെ. ഉടനെ തത്ത പറഞ്ഞു, അവിടെ ഓരോരുത്തരും ഓരോ കുപ്പിയിലാ കുടിക്കുന്നത്. ഇവിടെ എല്ലാരും കൂടെ ഞായറാഴ്ച തിരുവത്താഴം ഒരു പാത്രത്തിൽ നിന്നാ കുടിക്കുന്നത്. തത്തയ്ക്ക് എന്തോ കുടിക്കുന്നതെന്ന് അറിയത്തില്ല, അവിടെ കുടിക്കുന്നത് അങ്ങനെ അതുകൊണ്ട് പറഞ്ഞ തന്നെയല്ല, അവിടെ ഒരുപാട് പേർ സന്തോഷത്തോടെ ഷാപ്പിൽ വരുന്നു, ഇറങ്ങിപ്പോകുമ്പോൾ നിരാശയോടെ പോകുന്നു. ഇവിടെ അങ്ങനെയല്ല, നിരാശയോടെ ഒരുപാട് പേർ സഭാവളിലേക്ക് വരുന്നു, പോകുമ്പോൾ സന്തോഷത്തോടെ പോകുന്നു. തീർന്നില്ല, അവിടെ പലരും പൂസായാൽ ഓരോരുത്തർ ഓരോ പാട്ടാ പാടുന്നത്. ഇവിടെ അങ്ങനെയല്ല, എല്ലാവരും കൂടെ കൈയടിച്ച് ഒരു പാട്ടാ പാടുന്നത്. തീർന്നില്ല, അവിടെ നല്ല ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നവൻ കുടിച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ കീറിയ ഷർട്ടുമായി പോകുന്നു. ഇവിടെ അങ്ങനല്ല, കീറിയ ഷർട്ടും കൊണ്ട് വരുന്നവൻ പോകുമ്പോൾ നല്ല ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്നു. ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ പറഞ്ഞു. അവസാനം ഷാപ്പുടമസ്ഥൻ ചെന്നാ ഞാൻ പോട്ടെ,
അവസാനമായിട്ട് വല്ല വ്യത്യാസം പറയാനുണ്ടോ? ഉടനെ തത്ത പറഞ്ഞേ എന്തോ പറയാനാ, അവിടെ വരുന്ന പലരും ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്ന പലരും അവിടെ വരുന്നു. നമുക്ക് തത്തയോട് ചോദിക്കാം, തത്ത പറയട്ടെ, തത്ത പറയുന്ന പോലെ പറയും, നീ ആരാ? ഞായറാഴ്ച ക്രൈസ്തവ പാരമ്പര്യം പറഞ്ഞ് ബൈബിളും എടുത്തുകൊണ്ട് ദേവാലയത്തിൽ പോകുന്ന നീ ആരാന്നറിയാൻ ഷാപ്പിലെ തത്തയോട് ചോദിച്ചാൽ മതി. മദ്യപിക്കുന്ന ക്രിസ്ത്യാനിയെ ഇന്ന് രാത്രി ദൈവാത്മാ വിളിച്ചു പറയട്ടെ, നീ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ആറടി പൊക്കമുള്ള മനുഷ്യ, അതിരാവിലെ നീ എഴുന്നേറ്റ് നടന്നു വരുമ്പോ 5 സെന്റിമീറ്റർ ഉള്ള ഒരു സിഗരറ്റ് നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. 6 അടി പൊക്കമുള്ള നിന്നോട് സിഗരറ്റ് ചോദിക്കുന്നു, ചേട്ടാ ഞാനില്ലാതെ ജീവിക്കാവോ? സിഗരറ്റിന്റെ മുമ്പിൽ നീ മുട്ടുകുത്തുന്നു, അതെടുത്ത് നിന്റെ ചുണ്ടോടടുപ്പിക്കുന്നു. അതുകൊണ്ട് ഈ രാത്രി ഞാൻ വിളിച്ചു പറയും, 6 അടി പൊക്കമുള്ള നീ 5 സെന്റിമീറ്റർ ഉള്ള സിഗരറ്റിന്റെ അടിമയാ. ഈ അടിമ എങ്ങനെ കുടുംബം ഭരിക്കും? ഒരു സിഗരറ്റിനെ അതിജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മദ്യത്തെ അതിജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇവിടുത്തെ അശ്ലീല മാസികകളെ അതിജീവിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളെ നീ എങ്ങനെ ഭരിക്കും? അവരെ എങ്ങനെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കും? ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി വേർപെട്ടവൻ ആരെന്നോ ഈ പന്തലിൽ വെളിപ്പെട്ട് വരട്ടെ, ഇതിന്റെ ചുറ്റുപാടുകൾ വെളിപ്പെട്ട് വരട്ടെ. യഥാർത്ഥമായി നാസീർ മതക്കാരൻ ആരോ, യഥാർത്ഥമായി ദൈവത്തിന് വേണ്ടി വേർപെട്ടവൻ ആരോ, അവരെ കുറിച്ച് സമൂഹം പറയുന്ന സാക്ഷ്യമെന്തോ, നിന്റെ മനസാക്ഷിയുടെ സാക്ഷ്യമെന്തോ ഈ രാത്രി വെളിപ്പെട്ട് വരട്ടെ. സ്തോത്രം. എവിടെ പരാജയത്തിന്റെ തുടക്കം? ന്യായാധിപന്മാരുടെ പുസ്തകം അതേ 16-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഇവിടെ ഒരു പ്രാവശ്യം വായിച്ചു കേൾപ്പിക്കും. ഇവിടെയാണ് പരാജയം ആരംഭിച്ചത്. ന്യായാധിപന്മാർ 16-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. അവൻ അവനെ മടിയിൽ ഉറക്കി, ഒരു ആളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. മതി. അവൾ അവനെ മടിയിൽ ഉറക്കി. അവൾ എന്നുള്ളതിന് രാത്രി ഞാൻ ഇവിടെ കൊടുക്കുന്ന പേര് ലോകം, ആഡംബരം, പണം, പൊസിഷൻ, അധികാരം, സ്ഥാനമോഹങ്ങൾ അവനെ മടിയിൽ ഉറക്കി. ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിന്റെ ആത്മീയ ശക്തി ചോർത്തിക്കളയുവാൻ നിന്നെ മടിയിൽ ഉറക്കിയതാണ് കസേരകൾ, സ്ഥാനമോഹങ്ങൾ, അധികാര വടംവലികൾ, പണം, ധനം, ഈ ലോകത്തിന്റെ മഹിമ, ആഡംബരം, സൗന്ദര്യ ലേപനങ്ങൾ, ബ്യൂട്ടി പാർലറുകൾ, മഞ്ഞ മാസികകൾ നിന്നെ ഈ ലോകത്തിന്റെ മടിയിൽ ഉറക്കി. സ്തോത്രം കുറഞ്ഞല്ലോ, ഹല്ലേലൂയ കുറഞ്ഞല്ലോ. ചിന്തിക്കുകയാണെന്ന് എനിക്കറിയാം, തീരുമാനം എടുക്കുകയാണെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയട്ടെ, കൗൺസിലിൽ മെമ്പർ ആകുവാൻ, കമ്മിറ്റിയിൽ കയറി പറ്റുവാൻ വോട്ട് തേടി അനേക സ്ഥലത്ത് പോയി കയറി ഇറങ്ങിയപ്പോൾ അവൾ അവനെ ഒതുക്കി തുടങ്ങി. ഹല്ലേലൂയ. സ്വന്തം ഭാര്യയുമായി സന്തോഷമായി ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭാര്യ വെച്ചു കൊടുത്ത ആഹാരം മുഴുവൻ കൈ നിറച്ച് വാരി തിന്ന് വെരികുട്ടെന്ന് പറഞ്ഞ ഭർത്താവ് എവിടെയൊക്കെയോ 4 സ്ഥലങ്ങളിൽ ദൂരോട്ട് പോയി നല്ല ഭക്ഷണം കഴിച്ചു, ആരൊക്കെയോ വെച്ചു കൊടുത്ത ആഹാരം കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഇതൊക്കെ എന്തിനു കൊള്ളാം, നീ വെച്ച് തരുന്നതൊക്കെ എന്തിനു കൊള്ളാം, എടി കഴിക്കുകയാണെങ്കിൽ കാസർഗോട്ട് പോയി കഴിക്കണം, ഇന്നലെ രാത്രി ഞാൻ പോയി കഴിച്ച സ്ഥലം നീ ഒന്ന് കാണണം എന്ന് ഭാര്യയോട് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണ് രണ്ടും നിറഞ്ഞു. അപ്പോൾ നീ വാക്യമോർത്തോണം, അവൾ നിന്നെ ഒതുക്കി തുടങ്ങി. ഹല്ലേലൂയ. ഭാര്യയുടെ കൈവിരലുകൾ കണ്ടിട്ട് ഭർത്താവ് ചോദിച്ചു, നിന്റെ വിരലെല്ലാം എന്താ കറുത്ത പാടുകളാണല്ലോ? ഞാൻ ഈയിടെ ഒരാളുടെ കൈ കണ്ടു, കാണണം ആ വിരലുകള്, അതേലും അകത്തേക്ക് ഊട്ടൊക്കെ ഇട്ട് പിടിച്ചേക്കുന്നൊന്ന് കാണണം. എന്താ പറ്റിയേ? ഭാര്യയുടെ കയ്യിലെ കറുത്ത പാട് ഏതാ നിനക്കറിയണ്ടേ? നിനക്ക് വേണ്ടി ബീൻസ് അരിഞ്ഞ് തോരൻ വെച്ചത് കത്തി കൊണ്ട കറുത്ത പാടാ. ഇത് മനസ്സിലാക്കാതെ
സൗന്ദര്യമുള്ള വിരലുകളിലേക്ക് നിന്നെ കണ്ണോടിച്ചപ്പോൾ നീ ഓർത്തോ? അവരെ ഒതുക്കി തുടങ്ങി. ഇട്ട വെള്ളത്തിനകത്ത് ഇടുവാൻ അരിയില്ലാതെ, ഉടുത്ത വസ്ത്രത്തിന് വരെ മറ്റൊരു വസ്ത്രം എടുക്കാനില്ലാതെ, നട്ടം തിരിഞ്ഞ നിനക്ക് ബാങ്ക് ഡിപ്പോസിറ്റുകൾ, ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ, നിനക്ക് വാഹനങ്ങൾ, നിനക്ക് എല്ലാവിധം അനുഗ്രഹങ്ങൾ തന്നപ്പോൾ നിനക്ക് യോഗം വേണ്ട, അന്യഭാഷ വേണ്ട, അഭിഷേകം വേണ്ട, കയ്യടി വേണ്ട, ആരാധന വേണ്ട, ദൈവകൃപ കുറഞ്ഞുപോയി. അപ്പോൾ നീ ഓർത്തോ, ഈ ലോകം നിന്നെ ഒതുക്കി തുടങ്ങി. ജീസസ്, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് സംസാരിക്കുന്നു. ദൂരത്തെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ഒരുപക്ഷെ പോളിഷിങ് എന്റെ വാക്കുകൾക്ക് കിട്ടിയില്ലെന്ന് വന്നേക്കാം. പക്ഷെ 21-ാം നൂറ്റാണ്ടിൽ ജനുവരി മാസത്തിൽ നിങ്ങൾ കേൾക്കുന്ന ദൂത് ഇതായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. സഭ മടങ്ങി വരട്ടെ, ദൈവജനം മടങ്ങി വരട്ടെ, ഇന്ത്യയിലെ ക്രൈസ്തവർ മടങ്ങി വരട്ടെ, വേദപുസ്തകം ചുമക്കുന്നവർ മടങ്ങി വരട്ടെ. ഇത് കണ്ടിട്ട് അനേകർ യേശുവിനെ പിന്തുടരുവാൻ ഇടയാകട്ടെ. ഇത് കണ്ടിട്ട് അനേകർ ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ! എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്, എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. ജീസസ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് രാത്രി ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഒരു കാര്യം ചെയ്യാം. പ്രസംഗകൻ അറിയണ്ട, ലോക്കൽ പാസ്റ്റർ അറിയണ്ട, അടുത്തിരിക്കുന്നവർ അറിയണ്ട. നിന്റെ വേദനയുള്ള കാല് ദൈവത്തിൽ ഒന്ന് കാണിക്കുക, നിന്റെ ഹൃദയം ദൈവത്തിൽ ഒന്ന് കാണിക്കുക. യേശുവേ, പരസ്യമായി എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ തകർച്ച ഇന്ന് രാത്രി അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോടാണ് ദൈവം ഇടപെടുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഒതുക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ശത്രുവിന്റെ കയ്യിൽ ഞാൻ ഒതുങ്ങുകയുമില്ല. ഇന്ന് രാത്രി എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ആരും അറിയാതെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രവർത്തിക്കുന്ന ശക്തമായ ദൂത് പറയട്ടെ. സ്തോത്രം. ഒരു ആക്സിഡന്റിൽ പെട്ട് 2 പേരുടെ കാലുളുക്കി. 2 പേരുടെ കാൽ. ഇവര് 2 പേരെയും കൊണ്ട് തിരുമു വൈദ്യശാലയിൽ പോയി. തിരുമു വൈദ്യശാല. അവിടെ തിരുമുന്ന അപ്പച്ചൻ പറഞ്ഞു, ഒരാൾ പുറത്തിരിക്കും, ഒരാൾ കയറി വരാൻ പറഞ്ഞു. ഒരുത്തനെ പുറത്തിരുത്തി, കർട്ടന്റെ അപ്പുറത്ത് മറ്റവനെ കൊണ്ടുപോയി. അകത്ത് വൈദ്യശാലയിലെ പുള്ളിയും വേറൊരു സഹായിയും കൂടി ഇവന്റെ കാലെടുത്തൊരു ബെഞ്ചിലോട്ട് വെച്ച് അതിന്റെ പുറത്തോട്ട് ശകലം കുഴമ്പ് തേച്ചു. എന്നിട്ട് ശരി പിടിക്കുകയാണ് കാലേൽ. അതൊന്ന് പിടിച്ചിടുക, ഉളുക്കിയ ഭാഗം ശരിയാക്കി ഇടുക. കാശ്മീരിൽ കാർഗിൽ യുദ്ധം നടക്കുന്നിടത്ത്, ബോംബ് സ്ഫോടനം നടക്കുന്നിടത്ത് കാറിച്ച പോലെ അകത്ത് കാറിച്ച നടക്കുകയാണ്. ഭയങ്കര കാറിച്ചാണ്. എന്റെ അയ്യോ, അവരെ കാല് പിടിച്ചിടുക. ഇത് മുഴുവൻ രണ്ടാമത്തെ ഉളുക്കിയവൻ വെളിയിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അവൻ ഒരു കാര്യം അറിയാം, അടുത്തത് എന്റെ കാല. അകത്തിരിക്കുന്നവന്റെ കാലിനാ വേദന, പുറത്തിരിക്കുന്നവന്റെ കാലിനും ഹൃദയത്തിനും വേദന ആരംഭിച്ചു. അടുത്തത് കഴിഞ്ഞ് ഇവനെയാണ് അങ്ങോട്ട് കയറ്റുന്നത്. അങ്ങനെ ഭയങ്കര വേദനയ്ക്ക് ശേഷം അവന്റെ കാല് ശരിയായി. അവൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. ഉടനെ വൈദ്യര് കത്തം മാറ്റിട്ട് പറഞ്ഞു, രണ്ടാമത്തെ ആള് വന്നാട്ടെ. വിറച്ച് ആദ്യത്തവന്റെ കാറിച്ച മുഴുവൻ ടേപ്പ് ചെയ്ത് ഫ്ലോപ്പിക്കാത്തിട്ട് അതും കൊണ്ടാണ് ഇവൻ കയറി ചെല്ലുന്നത്. ഇവനോട് ചോദിച്ച് ഏത് കാല? ഇവൻ കാല് കാണിച്ചു. പുറത്തിരിക്കുന്നവന്റെ ഇപ്പോഴത്തെ ചിന്ത, ഞാൻ കാറിയപ്പോ അവൻ ചിരിക്കുവായിരുന്നു, ഇനി ഞാൻ ഇച്ചിരി നേരം ചിരിക്കട്ടെ. ഇവൻ വെളിയിൽ വന്നിരുന്ന രണ്ടാമത്തവന്റെ കാറിച്ച കേട്ട് ചിരിക്കാൻ നോക്കി, നടന്നില്ല. അവന്റെ കാറിച്ച പോയിട്ട് ഒരു മൂളിച്ച പോലും പുറത്തു വന്നില്ല. കാലെല്ലാം തിരുമി പുറത്തു വന്നപ്പോൾ ആദ്യത്തവൻ ചോദിച്ചു, എടാ, ഇത്രയും വലിയ തിരുമിച്ച നിനക്ക് തിരുമിയിട്ട് വേദന എടുത്തില്ലേ? ഇല്ല, ഞാൻ കാറിയ പോലെ നീ കാറിയില്ലല്ലോ. അത് ഞാൻ തീരുമാനിച്ചാ കയറിപ്പോയ കാറിയാലെന്ന്. ചോദിച്ചു, നിന്റെ കാല് തിരുമിയില്ലേ? തിരുമി. ഏത് കാല? ഞാൻ മറ്റേ കാലാ കാണിച്ചത്, ഉളുക്കിയ കാലല്ല. അവനെ നിങ്ങൾക്കറിയണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വാ, ഇന്നും കാണിക്കാം. 1.5 കാലുമായി ഇപ്പോഴും നടപ്പുണ്ട്. നിനക്ക് കാല് മാറ്റി കാണിച്ചേച്ച് വേണേൽ ഇറങ്ങിപ്പോകാം. മരിക്കുന്നവരെ 1.5 കാലേ കാണൂ.
അല്പം വേദന ഇന്ന് രാത്രി ഉണ്ടായാലും, എന്റെ പ്രസംഗത്തിന്റെ വാക്കിന് ഇത്ര മൂർച്ച കൂടിയാലും, ഇന്ന് രാത്രി ഉളുക്ക് നേരെയായാൽ, കാര്യം ശരിയായാൽ, പിന്നെ നിനക്ക് ജീവിതകാലം മുഴുവൻ ചാടിത്തുള്ളി നടക്കാം. പ്രസംഗത്തിന്റെ വാക്കിന് മൂർച്ച കൂടുമ്പോൾ സമർപ്പിക്കാനുള്ള താല്പര്യം മാറ്റി പലർക്കും ഹൃദയത്തിൽ വേദന ഉണ്ടായേക്കാം. എന്നാൽ ഇന്ന് രാത്രി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആയുർവേദ ചികിത്സയാണെന്ന് മറന്നു പോകരുതോ. നിന്റെ ഒടിഞ്ഞ ഭാഗങ്ങളെ കെട്ടുന്നവൻ, നിന്റെ മുറിവുള്ള ഭാഗങ്ങളെ കരിച്ചു കളയുന്ന ശക്തമേറിയ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ പന്തലിന്റെ പരിസരത്ത് വ്യാപരിക്കുന്നുണ്ടോ? ജനം മുഴുവൻ അല്പസമയം ആരാധിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടോ. എല്ലാവരും നിങ്ങളുടെ കരങ്ങൾ അടിച്ചൊന്ന് ആരാധിച്ചാട്ടോ. എല്ലാവരും മൗനതയൊന്ന് മാറട്ടെ, ഹൃദയം ഒന്ന് തുറക്കട്ടെ. അന്യഭാഷകൾ അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടോ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം. ഈ ഗ്രൗണ്ട് മുഴുവൻ ദൈവത്തെ അല്പസമയം ആരാധിക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടോ. പരസ്യമായി അന്യഭാഷ പറഞ്ഞാൽ സാരമില്ല. അല്ല, അന്യഭാഷ സംസാരിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു, അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. എന്റെ പ്രസംഗത്തിന്റെ അവസാനത്തെ വിഷയങ്ങളിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പ് ജനമെല്ലാം അല്പസമയം ദൈവത്തോട് ആരാധിക്കാം. ആരും മൗനമായിരിക്കാതെ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി ഒരു മടങ്ങി വരവ് ജനത്തിന് ഒടുക്കണമേ. ഒതുക്കുവാൻ ശ്രമിക്കുന്ന പിശാചിന്റെ കൈകളിൽ ഒരിക്കലും ഒതുങ്ങിപ്പോകാതെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ഒരാത്മശക്തിയാൽ ഈ ജനത്തെ നിറയ്ക്കുമാറാകണമേ. പരിശുദ്ധാത്മാവ് ജനത്തെ തൊടണമേ. ഇന്ന് രാത്രി തൊടണമേ. ഇന്ന് രാത്രി ദൈവമേ ജനത്തെ സ്പർശിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവേ ജനത്തെ സ്പർശിക്കണമേ. ദൈവ ശക്തിയാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ തൊടുകയാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. അനേക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ശുദ്ര പ്രയോഗത്തിന്റെ ശക്തി, അന്ധകാര ശക്തികൾ ഒതുക്കി വെക്കുന്ന എല്ലാ ജീവിതങ്ങളും വിടുവിക്കപ്പെടട്ടെ. ആ രാത്രിക്ക് വിരോധമായി ഹൃദയങ്ങൾ വ്യാപരിക്കുന്ന കെട്ടുകൾ ഈ രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ജനം മുഴുവൻ വിടുവിക്കപ്പെടുവാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താട്ട്. ശരീരങ്ങളെ വിട്ടുകൊടുത്ത് ആരാധിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ രാത്രി ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിച്ചാട്ട്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ക്ഷേമടിക്കുക. ഇന്ന് രാത്രി ഞങ്ങൾ ക്ഷേമടിക്കുക. ഇന്ന് രാത്രി ഞങ്ങൾ ക്ഷേമടിക്കുക. ജീസസ്. ഹല്ലേലൂയ. 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 യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സമർപ്പിക്കാത്ത ആരാധന ദൈവം നിരസിക്കും. ഹല്ലേലൂയ. എവിടെ ജനം പരാജയപ്പെട്ടോ, എവിടെ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടോ, അവിടെ പുരോഹിതന്മാർ വിളിച്ചു പറയുമായിരുന്നു, പ്രവാചകന്മാർ വിളിച്ചു പറയുമായിരുന്നു, യഹോവയുടെ പെട്ടകം വരട്ടെ. യഹോവയുടെ പെട്ടകം ജനത്തിനിടയിൽ വരുമ്പോൾ ജനം ഒരുമിച്ച് ആർപ്പിടാൻ തുടങ്ങും. ജനം ആർപ്പിടുമ്പോൾ ശത്രുവിന് ഭയമുണ്ടാകും. അങ്ങനെയാണ് ഇസ്രായേൽ ജയിച്ചത്. യഹോവയുടെ പെട്ടകം ഇന്ന് രാത്രി പന്തലിലുണ്ട്. ജനം ആർപ്പിടുമ്പോൾ ശത്രു പരാജയപ്പെടുകയാണ്. ജീസസ്. രക്തതാഴ്ച. Praise the Lord. ദൈവമേ, ജയത്തിന്റെ പെട്ടകവുമായി ഈ രാത്രി ഞങ്ങളുടെ മധ്യ എഴുന്നള്ളിയിരിക്കാൻ സ്തോത്രം. ജനം ഇന്ന് രാത്രി വിജയിക്കട്ടെ. പാപവും യാഗവും ഒരു കോളത്തിൽ ഒരുമിച്ച് നടക്കുകയില്ല. പാപം വിജയിക്കുന്നിടത്ത് പെട്ടകത്തിന് ജയമെടുപ്പാൻ കഴിയില്ല. പാപം പരാജയപ്പെടട്ടെ. പാപം പരാജയപ്പെടട്ടെ. പെട്ടകത്തിന്റെ ജയം, പെട്ടകത്തിന്റെ ജയം ഇന്ന് രാത്രി ജനം എടുക്കട്ടെ. അവരതിൽ ലയിക്കട്ടെ. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആരാധിക്കുന്ന ജീവിതമേ, നിന്റെ മേൽ വ്യാപരിക്കുന്നത് മാനുഷിക ശക്തിയല്ല, പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടിരിക്കുക. നിന്റെ അസ്ഥികളുടെ വേദന മാറിപ്പോകുന്ന ആരാധനയില്ല. നിന്റെ കരം ചലിപ്പിക്കാൻ വയ്യെന്ന് വിചാരിക്കരുത്. ചലിപ്പിച്ച് തുടങ്ങും. ഇന്ന് രാത്രി വേദന മാറിപ്പോകും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ ശരീരത്തിൽ ഉച്ച ഉള്ള കാലുകളെയും പരിശുദ്ധാത്മാവ് തൊട്ട് പൂർണ്ണ ആരോഗ്യത്തോടെ നിന്നെ അയക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിക്കാം. നിന്റെ അതരം ചലിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ ദൈവശക്തിയാവുമെങ്കിൽ ചിലരെ ഇന്ന് രാത്രി പുതിയ കൃപയാൽ എന്റെ ദൈവം നിറയ്ക്കുമെന്നോ പരിശുദ്ധാത്മ ശക്തമായ ആലോചന പറയട്ടെ. ദൈവദാസന്മാരെ, ഇന്ന് രാത്രി ഒരു പുതിയ കൃപ ദൈവദാസന്മാരെ വ്യാപരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. യെസ്. ദാവീദിനെ കാട്ടിൽ ഒതുക്കുവാൻ ശത്രു ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഒതുക്കാൻ പറ്റിയില്ല. ദാവീദിനെ ഒതുക്കാൻ നോക്കി, നടന്നില്ല.
ഞാൻ ഈ രാത്രി പ്രസംഗിക്കുന്ന ഒരു വാചകം ശ്രദ്ധിക്കണം. വിശുദ്ധന്മാരെ ഒതുക്കാൻ നോക്കുകയില്ലെന്ന് പറയാൻ പറ്റില്ല, നോക്കും. ജനം പറയും അവൻ ഒതുങ്ങി, പക്ഷെ അവൻ ഒതുങ്ങിയതല്ല, അവൻ ഇച്ചിരി നേരത്തേക്ക് പതുങ്ങിയതാ. ആമേൻ. ദാവീദേ, അഭിഷേകം പ്രാപിച്ച നീ കാട്ടിൽ ഒതുങ്ങിയതാണോ? അല്ല, ശവന് കുന്തമറിഞ്ഞ പിച്ചിന് പതുങ്ങിയതാ. പിന്നെ അവൻ മടങ്ങി വരും. ഇയ്യോബിനെ കട്ടിലിൽ ഒതുക്കാൻ നോക്കി. കരാട്ടെ പഠിച്ച 3 പിശാചുക്കള് ഇയ്യോബിനെ ഒരു അരിപ്പിക്കകത്തെടുത്തിട്ട് ഒരൊറ്റ അരിപ്പങ്ങോട്ട് അരിച്ചു. പത്രോസിനെ പണ്ടൊന്ന് അരിച്ചതാ, ഗോതമ്പ് വാറ്റുന്ന പോലെ. ഒരു കഷ്ണം താഴോട്ട് വീണു. എടുത്തു വായിച്ചു നോക്കിയേ, ഞാൻ അവനെ അറിയുന്നില്ല. അരിപ്പയ്ക്കകത്തിട്ട് പത്രോസിനെ അരിച്ചപ്പോൾ അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഇയ്യോബിനെ ഒതുക്കാൻ വേണ്ടി കട്ടിലിട്ട് അരിച്ചു. അരിപ്പ് ശക്തമായപ്പോൾ കട്ടിലിന്റെ കയറെ കൊണ്ട് ഇയ്യോബിന്റെ ദേഹത്തെ തൊലിപോയി. ഓട്ടും കഷ്ണമെടുത്ത് ചുരണ്ടത്തക്കവണ്ണം അവന് വേദന കൂടി, പഴുത്തു വ്രണമായി. ആ കിടപ്പിൽ അരിപ്പയ്ക്കകത്ത് കിടന്നുകൊണ്ട് ഇയ്യോ വിളിച്ചു പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും, ദേഹസഹിതനായി ഞാൻ അവനെ കാണും. ഒതുക്കാൻ വരുന്നവനോട് ഈ രാത്രി പറ, ഞാൻ നിന്നെ ഒതുക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ ഒതുക്കാൻ നോക്കണ്ട. പറഞ്ഞാട്ട ദൈവമക്കളെ, എന്നെ ഒതുക്കാൻ നോക്കണ്ട. ഭാരതമേ, നിയമമേ, ഭരണസാരഥികളെ, ഇന്ദ്രപ്രസ്ഥമേ, അനന്തപുരികളെ, സുവിശേഷം ഒതുങ്ങുകയില്ല, ഒതുക്കാൻ നോക്കണ്ട. സ്തോത്രം, 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 സ്തോത്രം. ജനത്തിന്റെ ഇടയിൽ കർത്താവിന്റെ നാമത്തിൽ ആവേശമുണ്ടാകണം. അല്ലെങ്കിൽ ഒതുക്കാൻ നോക്കുന്ന പിശാചിനോട് പറ, പോ ദുഷ്ട പിശാചേ, ഞാൻ ഒതുങ്ങുകയില്ല. എന്നെ ഒതുക്കാൻ നോക്കണ്ട. പണത്തിൽ ഞാൻ ഒതുങ്ങുകയില്ല, ആഡംബരത്തിൽ ഞാൻ ഒതുങ്ങുകയില്ല, ഒരു പണവട സ്വർണത്തിൽ ഞാൻ ഒതുങ്ങുകയില്ല, ഒരു മാലയിൽ ഞാൻ ഒതുങ്ങുകയില്ല, ഒരു വളയിൽ ഞാൻ ഒതുങ്ങുകയില്ല, നീ കാണിക്കുന്നതൊന്നും ഞാൻ ഒതുങ്ങുകയില്ല, കേബിൾ ടിവിയിൽ ഞാൻ ഒതുങ്ങുകയില്ല, ഇന്റർനെറ്റിൽ ഞാൻ ഒതുങ്ങുകയില്ല, കമ്പ്യൂട്ടറിൽ ഞാൻ ഒതുങ്ങുകയില്ല. ലോകമേ പിശാചേ, എന്നെ ഒതുക്കുവാൻ നീ കൊണ്ടുവരുന്ന ഒന്നിലും ഞാൻ ഒതുങ്ങുകയില്ലെന്ന് ഈ രാത്രി അസന്നിഗ്ധമായി അവന്റെ ചങ്കത്ത് നോക്കി, മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ ധൈര്യമുള്ള ദൈവ വിശ്വാസികൾക്കായി എന്റെ കർത്താവിനെ ഞാൻ വാഴ്ത്തുകയാണ്. ആമേൻ. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരെ ഒതുക്കുന്നത് 10 ലക്ഷം രൂപ ഒരു ഭൂതത്തെ കൂടെ തന്നായിരിക്കും. സൂക്ഷിച്ചോണം, ഒതുങ്ങരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കുന്നു. ഒതുക്കുവാൻ ശ്രമിക്കുന്ന സകലത്തെയും ഒതുക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്റെ കർത്താവിനെ കല്ലറയ്ക്കകത്ത് ഒതുക്കുവാൻ ശ്രമിച്ചു, പക്ഷെ അവന് ഒതുക്കുവാൻ കഴിഞ്ഞില്ല. ഒതുക്കാൻ ശ്രമിച്ച പിശാചിനെ അവൻ തകർത്തുകൊണ്ട് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽച്ചു. സ്തോത്രം. വാക്കുകളുടെ അവസാന ഭാഗത്തേക്ക് വരട്ടെ. പിശാച്, ലോകം, ശിംശോന്റെ തലയിലെ 7 ബലത്തിന്റെ പ്രതീകമായ ജടകൾ പാപത്തിന്റെ കത്രിക കൊണ്ട് വെട്ടി. നമ്പർ 1, സമയപരിധി കൊണ്ട് കമ്പി വാചകം പോലെ പറഞ്ഞു വെക്കുന്നു. 1-ാമത്തത് വെട്ടി താഴോട്ടിട്ടു. എടുത്ത് വായിച്ചു നോക്കണം. അപ്പോസ്തല പ്രവൃത്തി 1:8. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിൽ സാക്ഷിയാകും. 1-ാമത്തെ ജട മുറിച്ചിടുമ്പോൾ നഷ്ടപ്പെടുന്നത് ശക്തി മാത്രമല്ല, സാക്ഷ്യവും കൂടെ. നമ്പർ 2, റോമർ 2:16. സുവിശേഷം എന്റെ ശക്തി. എല്ലാവർക്കും, വിശ്വസിക്കുന്ന ഏവർക്കും ദൈവശക്തി. അപ്പൊ 1-ാമത് സാക്ഷ്യം നഷ്ടപ്പെടുന്നവൻ 2-ാമത് മുറിച്ചിട്ടത് കണ്ടോ? അവൻ പറഞ്ഞുകൊണ്ടിരുന്ന സുവിശേഷത്തിന്റെ ശക്തി അന്നുകൊണ്ട് നഷ്ടപ്പെട്ടു. 3-ാമത് 84-ാം സങ്കീർത്തനം 6-ാം വാക്യം, കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അത് ജലാശയമാകും, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമാകും, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. ഒരു വിശുദ്ധന്റെ ബലം 3-ാമത് കണ്ണുനീരില്ല. കൃപ നഷ്ടപ്പെട്ടാൽ കണ്ണുനീരിന്റെ ബലം നഷ്ടപ്പെടും. ആമേൻ. നെഹമ്യ 8:10 ബലം നമ്പർ 4. യഹോവയിലെ ബലം, യഹോവയിലെ സന്തോഷം എന്റെ ബലം. സ്തോത്രം. ഈ ബലം നഷ്ടപ്പെട്ട ആള് ബൈബിളിൽ വേറെ ഉണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ. രക്ഷിക്കപ്പെട്ടവന് ഒരു ബലമുണ്ട്. അറിയാവോ? അറിയാവോ? ഇല്ല. എന്നാ കേട്ടോ,
12 ടൺ 16 വീല് ഉള്ള ലോറി ലോഡും കയറ്റി ഒരു ടൗണിൽ കൂടെ വരുമ്പോ 45 കിലോ ഉള്ള പോലീസുകാരെ കൈ കാണിച്ചപ്പം 16 വീല് നിന്നു, 12 ടണ്ണും നിന്നു. അപ്പൊ ആർക്കാ ബലം? 12 ടണ്ണ് ഭാരോ 16 വീലുള്ള ലോറിക്കോ 45 കിലോ ഉള്ള പോലീസുകാരനോ? അങ്ങനെ കൈ കാണിച്ചപ്പോ ലോറി നിന്നെന്ന് എന്ന് പറഞ്ഞാൽ അധികാരത്തിനൊരു ബലമുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നിനക്ക് പുറമെ കാണാനൊന്നുമില്ലെങ്കിലും നീ പ്രാപിച്ചിരിക്കുന്ന രക്ഷയ്ക്കൊരു ബലമുണ്ട്. ഈ രാത്രി അന്ധകാര ശക്തികളെ ബലത്തിന് അടിയറ വയ്ക്കും. അതൊരു വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട് നിന്റെ മേൽ വ്യാപരിക്കുന്ന ബലം ലോകത്തിന് മനസ്സിലാകുകയില്ല. എന്നാൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടവന്റെ മേൽ ഒരു ബലമുണ്ടോ? അവനൊരു വാക്ക് പറഞ്ഞാൽ അതിന് ബലമാണ്. അവൻ ഹല്ലേലൂയ പറഞ്ഞാൽ അതിന് മേൽ ശക്തി ഉണ്ടോ? അവൻ ഒരു വാക്ക് സംസാരിച്ചാൽ ഹല്ലേലൂയ, അവന്റെ സ്തുതി പറഞ്ഞാൽ അതിന് മേൽ പിശാചിന് ഭയമുണ്ടാകുമെന്നോ ഈ രാത്രി അറിഞ്ഞുകൊണ്ട് അതിനെ ജനം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യഹോവയിലെ സന്തോഷം എന്റെ ജീവന്റെ ബലം. ബലം നമ്പർ 6. Praise the Lord. യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ വാക്യം പറയുന്നു, നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലിക്കും എന്ന് മലയാളം. അതിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഒറിജിനൽ വായിക്കുമ്പോൾ അതിൽ ബലം ഉള്ള ഫലമാകുന്നു എന്ന അർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വിശുദ്ധന്റെ 6-ാമത്തെ 5-ാമത്തെ ബലം എന്ന് പറയുന്നത് അവന്റെ പ്രാർത്ഥന. സ്തോത്രം. 27-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, ബലം നമ്പർ 6. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ എന്റെ ബലം, യഹോവ എന്റെ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം അവന്റെ മന്ദിരമായതുകൊണ്ട്, എന്റെ ഹൃദയം അവന്റെ കൂടാരമായതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിക്കാലം ആ ബലത്തില. ആ സങ്കീർത്തനം മുഴുവനും വായിച്ചാൽ ആ ബലം മനസ്സിലാകുള്ളൂ. നിന്റെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിക്കും, എങ്കിലും ഈ യഹോവ നിന്റെ ബലമാണെങ്കിലോ, സകലരും നിന്നെ ഉപേക്ഷിച്ചു കളഞ്ഞാലും, ലോകം മുഴുവൻ നിന്നെ വെറുത്താലും, വീട്ടുകാർ മുഴുവൻ പടിയടച്ച് പിണ്ണം വെച്ചാലും, ഇന്ന് രാത്രികാലം കർത്താവ് നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, നിന്റെ ഹൃദയമാകുന്ന മന്ദിരത്തിനകത്തോ ആ ദേവാലയത്തിനകത്തോ സാക്ഷാൽ സർവശക്തനുണ്ടെങ്കിൽ അത് നിന്നെ നടത്തുന്ന ബലമാണെന്ന് ഈ രാത്രി പരിശുദ്ധമായി പറയട്ടെ. ആമേൻ. ഒരു ബലവും കൂടെ ഉണ്ട്. ബലം നമ്പർ 7. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള നാഷണൽ ഹൈവേ ഉണ്ട്. പെരുവഴി എന്ന് പറഞ്ഞ നാഷണൽ ഹൈവേ, NH. എന്താ അത്? സ്തോത്രം അങ്ങോട്ട് പോകുമ്പോ അനുഗ്രഹം ഇങ്ങോട്ട് വരും. ഹല്ലേലൂയ അങ്ങോട്ട് പോകുമ്പോ നാഷണൽ ഹൈവേക്ക് ലെഫ്റ്റും റൈറ്റും ഉണ്ട്. കുറുക്കുവഴി പോലല്ല. കുറുക്കുവഴി കൂടെ ഒരു വണ്ടി പോയി 2 വണ്ടി കൂട്ടിയിടിക്കും, വീതിയില്ല. നാഷണൽ ഹൈവേക്ക് അങ്ങോട്ട് വഴിയുണ്ട്, അത് സ്തോത്രം പോകാനാ. ഇങ്ങോട്ട് വഴിയുണ്ട്, അനുഗ്രഹം വരാനാ. ഇതെന്താ? ഇതിന് ആരാധന എന്ന് പറയുന്നത്. ഒരു വിശുദ്ധന്റെ ബലം അവന്റെ ആരാധനയാണ്. അവനിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, അവൻ അറിയാതെ കരങ്ങളടിക്കുമ്പോൾ, അവൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നൃത്തം ചെയ്യുമ്പോൾ അവന്റെ ബലം വർദ്ധിക്കുകയാണ്. ശത്രുവായവൻ ഇന്ന് രാത്രി മുറിച്ചു കളഞ്ഞ 7 ബലം ഏതെന്നോ ഈ രാത്രി ഒന്ന് പുനഃപരിശോധന ചെയ്യുവാൻ ഏതെല്ലാം നിന്നിൽ അവശേഷിക്കുന്നുണ്ടോ? അവൻ കത്രിക കൊണ്ട് മുറിച്ചു കളഞ്ഞ 7 ബലങ്ങൾ നഷ്ടപ്പെട്ടവരായി ഗസയിൽ മാവ് പഠിക്കുന്ന ശിംശോനെ ഇന്ന് രാത്രി കാണിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് തൃശ്ശൂരിനോട് ഇടപെടുകയാണ്. നിന്റെ ജീവിതത്തിലെ ബലം ഇന്ന് രാത്രി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങി വരവിന് വേണ്ടി ഈ രാത്രി ദൈവ പാദപീഠത്തിലേക്ക് ഇറങ്ങി വാ. ജീസസ് ഗസയിൽ ദാഗോന്റെ ക്ഷേത്രത്തിൽ മാവ് പഠിക്കുവാൻ ശിംശോൻ കൊണ്ടുവരപ്പെട്ടു. ആമേൻ. ശിംശോൻ കൃപയുണ്ടായിരുന്നപ്പോൾ മറ്റുള്ളവരെ ജയിച്ചു. കൃപ നഷ്ടപ്പെട്ടപ്പോൾ ലോകം ശിംശോനെ ജയിച്ചു. ഇവിടെ കാലിൽ ചങ്ങല, കൈകൾ ബന്ധ, മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ അവരെ തോണ്ടി തോണ്ടി കളിക്കുന്നു. ഒരു ചോയ്സ്, ഒരു പാവ എങ്ങനെ തട്ടിക്കളിക്കുന്നുവോ അതുപോലെ ഫിലിസ്ത്യർ
അവനെ തട്ടിക്കളിക്കുന്നു. ഹൃദയഭാരത്താൽ നീറി വേദനയോടെ ഗസയിലെ തിരികല്ലിനടുക്കിലേക്ക് ശിംശോൻ കൊണ്ടുവരപ്പെട്ടു. ശിംശോൻ അവിടെ ഇരുത്തി. അവന്റെ കൈ ആ തിരികല്ലിലേക്ക് പിടിച്ചു വെച്ചു. 300 കുറുക്കന്മാരുടെ വാലുകൾ കൂട്ടിക്കെട്ടി പന്തം കൊളുത്തിയവൻ, തിമ്മിനയിലെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിട്ടവൻ, പട്ടണത്തിന്റെ കട്ടളയും കഥകം കൂടി കൈകൊണ്ട് പിടിതെടുത്തവൻ, ഒരു പച്ച കഴുത താടിയിലുകൊണ്ട് കുന്നൊന്നേ കുന്നിരണ്ടേ എന്ന് ഫെലിസ്ത്യ മല്ലന്മാരെ കുന്നുമുടിച്ചവൻ, 2 കൈയും ബന്ധിക്കപ്പെട്ടവനായി അവന്റെ കൈ 2 കൂട്ടി തിരികല്ലിന്റെ കമ്പയിലെടുത്തു വെച്ചു. കല്ലിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ചെറിയ കമ്പിൽ പിടിച്ച കല്ല് കറക്കാൻ നോക്കി. കല്ല് ചലിക്കുന്നില്ല. ബലമുണ്ടായിരുന്നവന്റെ ബലം മുഴുവൻ നഷ്ടപ്പെട്ടു. 1-ാം ദിവസം ചാട്ടവാറിന്റെ ശക്തിയേറിയ പ്രഹരമേറ്റു. കണ്ണ് 2 കാണാത്ത അന്ധനായ ശിംശോൻ അവനെ തിരിച്ചു കൊണ്ടുപോയി. 2-ാം ദിവസം വീണ്ടും ശിംശോനെ കൊണ്ടുവന്നു. തിരികല്ലിലേക്ക് അവന്റെ കൈയെടുത്തു വെച്ചു. തിരികല്ല് കറങ്ങുന്നില്ല. വീണ്ടും ശക്തിയായ പ്രഹരമേറ്റ ശിംശോൻ 3-ാം ദിവസം വീണ്ടും കൊണ്ടുവരപ്പെട്ടു. അന്ന് തിരികല്ലിലേക്ക് കൈവെക്കുന്നതിന് മുമ്പ് അവിടെ കൂടിയിരുന്നവരോട് അവനൊരു വാക്ക് പറഞ്ഞു, എനിക്കൊരു മിനിറ്റ് വേണം. ശിംശോൻ പറഞ്ഞു, എനിക്കൊരു മിനിറ്റ് വേണം. എന്തിനാ? ഒന്ന് പ്രാർത്ഥിക്കാൻ. വായിച്ച വേദഭാഗം അതാ ഇവിടുത്തെ കുറുവാക്യം. മുട്ടുമടക്കി ബന്ധനത്തിനായി ശിംശോൻ, ചാട്ടവാറ് കൊണ്ട് അടിയേറ്റ് ശരീരം മുഴുവൻ മുറിവേറ്റ ശിംശോൻ, എല്ലാവരും കളിയാക്കപ്പെടുന്ന പരിഹസിക്കപ്പെടുന്ന പരസ്യ കോലമായി ശിംശോൻ ദൈവത്തിന് വേണ്ടി വേർപെട്ടവനായിരുന്നു. ഇതാ മുട്ടുമടക്കി ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, യഹോവേ, എന്റെ 2 കണ്ണിന് വേണ്ടി ഈ ജനത്തോട് പകരം ചെയ്യുവാൻ ഒരു പ്രാവശ്യം കൂടി എനിക്ക് ശക്തി തരണം. കണ്ണുനീർ വാരിയെറിഞ്ഞ് തകർച്ചയോടെ പ്രാർത്ഥിച്ചിട്ട് ശിംശോൻ തിരികല്ലിലേക്ക് കൈവച്ചു. തിരികല്ല് ചലിക്കുന്നു. തിരികല്ല് പതുക്കെ അനങ്ങാൻ തുടങ്ങുന്നു. തിരികല്ല് കറങ്ങുന്നു. ശിംശോൻ ആത്മാവിൽ സന്തോഷിച്ചു. അപ്പോഴാണ് അവനൊരു കാര്യം ഓർത്തത്. തിരികല്ല് കറങ്ങണമെങ്കിൽ, തന്റെ മേൽ ശക്തി വ്യാപരിക്കണമെങ്കിൽ തനിക്ക് എന്ത് വേണം? ജട വേണം. തന്റെ തലയിലെ മുറിച്ചു കളഞ്ഞ 7 ജടയില്ലാതെ ഒരിക്കൽ പോലും തനിക്ക് അത്ഭുതം ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ഉള്ളിൽ ചിന്തിച്ച ശിംശോൻ തിരികല്ല് അത് പെട്ടെന്ന് കൈയെടുത്തു. എന്നിട്ട് തന്റെ തലയിലേക്കൊന്ന് തലകി നോക്കി. അപ്പോഴവനൊരു കാര്യം അറിഞ്ഞു. തന്റെ തലയിൽ ജട വളരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ഒരു അത്ഭുതം അവിടെ നടന്നത് അവന് മനസ്സിലായത്. തന്റെ 2 കണ്ണും കുത്തി പൊട്ടിച്ച ആ ഫെലിസ്ത്യരുടെ മുഴുവൻ കണ്ണും എന്റെ ദൈവം തമ്പുരാൻ പൊട്ടിച്ചു. കാരണം ഇവന്റെ ശരീരം ക്ഷീണിക്കുന്നവർക്ക് കാണാം, കാലുകൾ ബന്ധിച്ചിരിക്കുന്ന കാണാം. പക്ഷെ ഒരു വിശുദ്ധന്റെ മേൽ ദൈവകൃപ വ്യാപരിക്കുന്നത് കാണുവാൻ ഒറ്റ ഫെലിസ്ത്യനും കഴിഞ്ഞില്ല. അവരുടെ മുഴുവൻ കണ്ണുകളും യഹോവയായ ദൈവം അന്ധമാക്കി കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്രഹാം സ്റ്റെയിൻസിനെ ഹല്ലേലൂയ പെട്രോൾ ഒഴിച്ച് ഒറീസയിൽ കൊന്നുകളഞ്ഞപ്പോൾ ആ ഗ്രഹാം സ്റ്റെയിൻസിന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപ കൊന്നുകളയുവാൻ, അതിനെ നശിപ്പിക്കുവാൻ ലോകത്തിന് ശക്തിക്കും കഴിഞ്ഞില്ല. ഒരു വിശുദ്ധന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ അത് പെട്രോളിൽ വെന്തുപോകുന്നതല്ല, അത് ഡീസലിൽ കത്തിപ്പോകുന്നതല്ല, അത് അഗ്നിക്കകത്ത് നശിക്കുന്നതല്ല. ശിംശോന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപ അത് കാണുവാൻ അവനെ ബന്ധിച്ച അവിടുത്തെ ഫെലിസ്ത്യ മല്ലന്മാർക്ക് കഴിഞ്ഞില്ല. ഇത്രയും ആയപ്പോൾ ശിംശോൻ ഒരു കാര്യം ചെയ്തു. ശിംശോൻ പറഞ്ഞു, എന്നെ ആ തൂണയിലോട്ട് എന്റെ കൈ ഒന്ന് പിടിപ്പിക്കണമെന്ന് പറഞ്ഞു. ശിംശോൻ ആ 2 തൂണിനിടയിലേക്ക് തന്റെ മുട്ടുകുത്തി. അവന് ഇടത് കൈ കൊണ്ട് അവനെ കെട്ടിയിട്ടിരുന്ന മണ്ഡപത്തിന്റെ തൂണേലോട്ട് അവൻ കൈ പിടിച്ചു. ആ തൂണിന് ഇന്ന് രാത്രി പേര് കൊടുത്തു, പാപം. അവന്റെ വലത്തെ കൈ കൊണ്ട് അവൻ ഇന്ത്യയുടെ 2ാമത്തെ തൂണെ പിടിച്ചു. ദൈവസഭയ്ക്ക് ദൈവം ശക്തി തന്നാൽ പിടിക്കേണ്ട 2 തൂണിതാണ്. 1 രോഗം, 2 പാപം. ശിംശോൻ തന്റെ 2 കൈ കൊണ്ടും ഈ 2 തൂണിലോട്ട് പിടിച്ചു. ഇന്ന് നമുക്ക് പറ്റിയത് ശക്തിയുണ്ട്, പിടിച്ചിരിക്കുന്ന തൂണ് വേറെയാ. ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, കൃപ പ്രാപിച്ചവരെ, നിങ്ങൾ പിടിക്കേണ്ട തൂണ്
ഒന്ന് പാപം, ഒന്ന് രോഗം, രണ്ട് ഒരു മർമ്മം പറഞ്ഞോട്ടെ. ഈ തൂണിന്റെ മുകളിൽ ഇരിക്കുന്ന ആളിനെ പരസ്യമായി അധിക്ഷേപിക്കുന്നതല്ല ദൈവശക്തി. വളരെ ശ്രദ്ധിക്കണം. ഇവൻ പിടിച്ചിരിക്കുന്ന മണ്ഡപത്തിലെ തൂണിന്റെ മുകളിൽ പലരും ഇരിപ്പുണ്ട്. അവരെ പരസ്യമായിട്ട് ഒന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. തൂണ് വീഴുമ്പോൾ അവര് വീണോളൂ. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൃപയുണ്ടെങ്കിൽ നീ തൂണ് വീഴിച്ചാ മതി. നീ ആവശ്യമില്ലാതെ തൂണെ പിടിക്കാതെ തൂണിൽ ഇരിക്കുന്നവനെ പറഞ്ഞ് പോലീസ് കേസ് ഉണ്ടാക്കി മൈക്ക് സാങ്ഷൻ ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നിനക്ക് കൃപയുണ്ടെങ്കിൽ ഈ തൂണ് വീഴിക്കാനായിട്ട് പിടിച്ചോ. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യ മഹാരാജ്യത്തിലെ ഹല്ലേലൂയ വിശുദ്ധന്മാർക്ക് വിരോധമായി നിൽക്കുന്ന പാപത്തിന്റെ, ലോകത്തിന്റെ, രോഗത്തിന്റെ, ജഡത്തിന്റെ തൂണുകളെ ഈ ദിവസം തകർക്കുവാൻ ദൈവശക്തി പ്രാപിച്ച ദൈവസഭ ഈ ദിവസങ്ങളിൽ ഈ തൂണിൽ പിടിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തി പുറത്തു കൊണ്ടുവരട്ടെ. എന്റെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ ജീവിച്ചിരുന്നപ്പോൾ അവൻ മുമ്പ് അവന്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത സകല ശുശ്രൂഷയുടെയും ഇരട്ടി പങ്ക് ഒരൊറ്റ ശുശ്രൂഷയുടെ ശിംശോൻ ചെയ്തെടുത്തു. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഒറ്റ ചോദ്യം മാത്രം ദൈവാത്മാവ് ചോദിച്ച് ഈ പ്രസംഗം അവസാനിപ്പിക്കും. ദൈവമേ, എനിക്ക് ശക്തി ഈ ദിവസങ്ങളിൽ വേണം. അത് എന്റെ വ്യക്തിപരമായ ജീവിതത്തെ ഒന്ന് കരുപിടിപ്പിക്കാൻ അല്ല, എനിക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ജനത്തെ കെട്ടിയിട്ടിരിക്കുന്ന ഈ ബന്ധനം അങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിശദീകരിക്കാൻ പറ്റുകയില്ല. ഈ ചങ്ങല ഈ ദിവസങ്ങളിൽ പൊട്ടിക്കുവാൻ അവിടുത്തെ ശക്തി എനിക്ക് ആവശ്യമാണ്. ദൈവസഭ ഒരുമിച്ച് നിൽക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഇരിക്കുന്ന സ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. അല്പസമയം നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി തൂണ് പറഞ്ഞു വരുന്ന രാത്രിയാകട്ടെ. ജീവിതത്തെ തകർക്കുന്ന, മുൻപോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് നമ്മോട് പോരാടി നിൽക്കുന്ന ഈ മണ്ഡപത്തിന്റെ തൂണുകൾ ഇന്ന് രാത്രികാലം തകരണം. ജഡത്തിന്റെ തൂണുകൾ ഈ രാത്രികാലം തകരണം. പാപത്തിന്റെ തൂണുകൾ ഈ രാത്രികാലം തകരണം. സകല പ്രിയപ്പെട്ടവര് കണ്ണുകളടച്ചാട്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട് അല്പസമയം എല്ലാവരും ദൈവത്തെ ആരാധിക്കുക. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവമേ, ഈ ദിവസങ്ങളിൽ എനിക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. ഹല്ലേലൂയ. ജഡത്തിന്റെ തൂണുകൾ ഈ രാത്രി യേശുവിന് അധികാരമുള്ള നാമത്തിൽ വീഴട്ടെ. പാപത്തിന്റെ തൂണുകൾ യേശുവിന് അധികാരമുള്ള നാമത്തിൽ വീഴട്ടെ. രോഗത്തിന്റെ തൂണുകൾ യേശുവിന് അധികാരമുള്ള നാമത്തിൽ വീഴട്ടെ. എല്ലാ ജനവും ആരാധിക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട് സകലമേൽ നാമം തുറന്ന് അല്പസമയം ദൈവത്തെ ആരാധിക്കാം. ഈ പന്തലും പരിസരം മുഴുവൻ ആരാധന നിറയപ്പെടട്ടെ. ശിംശോൻ മടങ്ങി വന്നതുപോലെ നീതിമാന്മാരുടെ പട്ടികയിലേക്ക് ശിംശോൻ മടങ്ങി വന്നതുപോലെ ഈ ദിവസങ്ങളിൽ ഒരു മടങ്ങി വരവ് ദൈവജനത്തിന് ആവശ്യമാണ്. ജനം മുഴുവൻ ആരാധിക്കാം. ജനം മുഴുവൻ ആരാധിക്കാം. പരിശുദ്ധാത്മാവിൻ ശരീരങ്ങൾ വിട്ടുകൊടുത്തോ ഈ ഗ്രൗണ്ട് മുഴുവൻ ആരാധിക്കട്ടെ. ദൈവമേ, ഞങ്ങൾക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞങ്ങളെ മടക്കി വരുത്തണമേ. നഷ്ടപ്പെട്ടു പോയത് വെള്ളയിൽ തിരികെ ലഭിക്കുവാൻ സുവിശേഷത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, യഹോവയെങ്കിലെ സന്തോഷം, രക്ഷയുടെ ബലം, കണ്ണുനീരിന്റെ സന്തോഷം, പ്രാർത്ഥനയുടെ സന്തോഷം ഞങ്ങളിൽ മുറിച്ചു മാറ്റിയ സകല ശക്തിയും ഈ ദിവസങ്ങളിൽ മടക്കി ലഭിക്കുവാൻ ദൈവമേ ഞങ്ങൾ ഏൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട് എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ട്. കരങ്ങൾ അടിച്ച് ആരാധിക്കേണ്ടവർക്ക് അങ്ങനെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി ആരാധിക്കേണ്ടവർക്ക് അങ്ങനെ ആരാധിക്കാം. ഈ ഗ്രൗണ്ട് മുഴുവൻ യഹോവയെ ആരാധിക്കട്ടെ. ദൈവമക്കൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാപത്തിന്റെ തൂണുകൾ ഈ രാത്രി വീഴട്ടെ. മാനസാന്തരപ്പെടുവാൻ അനേക ജനം യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ സംസ്കാരത്തിൽ വീഴട്ടെ. രോഗിയാക്കി ബന്ധനസ്ഥയാക്കി വെച്ചിരിക്കുന്നവർ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. അല്ലെങ്കിൽ ഐശ്വര്യത്തിന് വിരോധമായി കുടുംബത്തെ കെട്ടിവെച്ചിരിക്കുന്ന ജനത്തിന്റെ തൂണുകൾ ഈ രാത്രി വീഴട്ടെ. പിശാചേ, ഈ ജനത്തിന് അധികാരമില്ല. വിട്ടുപോകുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ദൈവ ശക്തി ആവരിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ തൊടുന്നു. കാണുകയാണ്. അതിനെ അനേകം ദൈവാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിനെ സ്പർശിച്ചുകൊണ്ടിരിക്കുക. എന്നെ തുടർന്ന് പ്രാർത്ഥിക്കുക.